ഒരു മനുഷ്യന്റെ പരമമായ ലാഭം എന്താണ്? ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണ ഏത് ഉപകരണം നമ്മൾ മേടിച്ചാലും, അത് എ സി ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പുസ്തകം കിട്ടും. എന്താ പുസ്തകം? യൂസർ മാനുവൽ. ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ടി വി ആയാലും ഫ്രിഡ്ജ് ആയാലും മൊബൈൽ ആയാലും ഒക്കെ. ഇപ്പോൾ സാധാരണ ഞങ്ങളുടെയൊക്കെ പ്രായത്തിന് ഉള്ള ആൾക്കാരും അതിന് മുകളിലുള്ള ആൾക്കാരും പറയും, 1,00,000 രൂപ 1,50,000 രൂപയുടെ ഐഫോൺ മേടിച്ചിട്ടുണ്ട്, ഇത് വിളിക്ക് കോൾ എടുക്കാൻ മാത്രമേ എനിക്ക് നിശ്ചയുള്ളൂ, ബാക്കി എൻ്റെ ഒന്നും അറിയില്ല എന്ന് പറയും. ഇതേപോലെ പല ഉപകരണങ്ങളും നമുക്ക്. അപ്പൊ ആ ഉപകരണങ്ങളുടെ കൂടെ തരണ ചെറിയ പുസ്തകം എന്താ? യൂസർ മാനുവലാണ്. എങ്ങനെയാണ് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കുക എന്ന്. ഇതുപോലെ നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന ഉപകരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഏതെങ്കിലും ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ടോ ആരെങ്കിലും? എങ്ങനെയാ ഈ ഉപകരണം ഉപയോഗിക്കുക, ഹൗ ടു യൂസ് എന്നുള്ളത്, അതാണ് ഭാഗവതം എന്ന ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതം ഭാഗവതം ശാസ്ത്രം. ഋഷഭയോഗീശ്വരൻ്റെയൊക്കെ ഉപദേശങ്ങളിൽ ഇതാണ് പ്രധാനമായിട്ട് പറയുക. മനുഷ്യനായിട്ട് ജനിച്ചാൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇത് സപ്താഹവേദിയിലൊക്കെ 7ാമത്തെ ദിവസം നമുക്ക് കാണാം. ദ്വാദശ സ്കന്ധത്തില് 10ാമത്തെ അധ്യായത്തില് ശ്രീപരമേശ്വരൻ ശ്രീപാർവതി ദേവിയോട് പറയും, അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. സജ്ജനങ്ങളെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പരമമായ ലക്ഷ്യം. കാശ് കൊടുത്താൽ കിട്ടണതല്ല എന്നർത്ഥം. 500ന്റെ കെട്ടുകൾ കൊണ്ട് നടന്നാലും സത്സംഗം കിട്ടില്ല. സത്സംഗ ശേവധർനൃണാം എന്ന നിമി നവയോഗ്യ സംവാദത്തിന് തൊട്ടു മുമ്പ് നിമി മഹാരാജാവ് നവയോഗികളെ പറയും, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭതേ. മഹാത്മ്യത്തിൽ കാണാം. ഇപ്പൊ കുറച്ച് സജ്ജനങ്ങളുമായിട്ട് കുറച്ചു നേരം ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാം എന്നൊരു ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് വന്നത്. സോഹം വ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി എന്ന് വേദപാരംഗതനായ സൂതൻ പറഞ്ഞപ്പോ എന്നെ പോലുള്ളൊരു മിന്നാമിനും എന്ത് പറയാനാ? എന്നാലും ശ്രമിച്ചു നോക്കാം ചില വാക്കുകൾ ഭഗവാനെ പറ്റി പറയാനായിട്ട് കിട്ടുന്നത്. വാസുദേവ കഥാപ്രശ്ന പുരുഷാൻ ത്രീൻ പുനാദിഹി വക്താരം പൃച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ. അതുകൊണ്ട് പറയുന്ന ആൾക്കാരെയും കേൾക്കുന്ന ആൾക്കാരെയും പ്രേരിപ്പിക്കുന്ന ആൾക്കാരെയും ഒരേപോലെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് ആ ഭഗവാന്റെ കഥകളെ യഥാശക്തി അനുസ്മരിക്കാനായിട്ട് ശ്രമിക്കാം. 5ാം സ്കന്ധമാണ് ഇനി നമുക്ക് പ്രാരംഭിക്കാനുള്ളത്. സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയ ഭഗവാന്റെ ആ സ്വരൂപത്തിനെ വർണ്ണിക്കാൻ നേരത്ത് ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്. ശ്ലോകനിബദ്ധമായിട്ട് അത് എഴുതാൻ പറ്റിയില്ല അത്രേ വേദവ്യാസ മഹർഷിക്ക്. അണക്കെട്ട് പൊട്ടിയിട്ട് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകി വരുന്നത് പോലെ ഗദ്യപ്രവാഹം വന്നു എന്ന് ആചാര്യന്മാർ അനുസ്മരിക്കണം. ബാക്കി എല്ലാ സ്കന്ധങ്ങളും ഭൂരിഭാഗം പദ്യങ്ങളാണ്. ഈ 5ാം സ്കന്ധം മാത്രം ഭൂരിഭാഗം ഗദ്യത്തിലാണ്. അത് ഇതുകൊണ്ടാണത്രേ. എവിടെ നോക്കിയാലും ഭഗവാന്റെ രൂപം കാണാനായിട്ട് സാധിച്ചതുകൊണ്ട് അത് പഞ്ചാരപായസം കഴിക്കുന്നതിന് തുല്യാന്നാണ് സജ്ജനങ്ങൾ പറയുക. 5ാം സ്കന്ധത്തിൻ ഗദ്യപ്രവാഹമാം പഞ്ചാരപായസമുണ്ണാം പിന്നെ എന്നൊക്കെ സജ്ജനങ്ങൾ പാടണു. അതിൽ പ്രിയവ്രതൻ എന്ന സ്വയംഭൂമനുപുത്രന്റെ കഥ പറയണു. സ്വയംഭൂമനുവിന് ശതരൂപാദേവിക്കും 5 സന്താനങ്ങളാണെന്ന് പറഞ്ഞു. ആകൂതി, ദേവഹൂതി, പ്രസൂതി പെൺകുട്ടികളുടെ കഥ പറഞ്ഞു. പ്രിയവ്രതൻ ജന്മന വിരക്തനായപ്പോ എനിക്ക് രാജ്യഭാരം വേണ്ട, വിവാഹം വേണ്ട, ഞാൻ നാരദ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് സന്യാസിയാവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉത്താനപാദന്റെ കഥ പറഞ്ഞു. അപ്പോഴാണ്
ധ്രുവന്റെ വംശപരമ്പരയും എല്ലാം പറഞ്ഞത്. പിന്നീടാണ് പ്രിയവ്രതന്റെ കഥ പറഞ്ഞത്. പ്രിയവ്രതൻ വിരക്തനായി. പക്ഷേ പ്രജാസൃഷ്ടിയാണ് ഭഗവാന്റെ ഇച്ഛ. അതുകൊണ്ട് ഉണ്ണി, നീ വിവാഹം കഴിക്കൂ, ഗാർഹസ്ഥ്യ സ്വീകരിക്കൂ, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കൂ എന്ന് അച്ഛനായ സ്വയംഭൂമനു ഉപദേശിച്ചു. അച്ഛാ, ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. ഭാര്യ, മക്കള്, കുടുംബം, സിംഹാസനം, രാജ്യം, അധികാരം, ഇതൊക്കെ ഈശ്വരോപാസനയ്ക്ക് തടസ്സങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം, ആരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം, ഇതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഭഗവാനെ സേവിക്കാൻ മാത്രം മതി. ഇത് അച്ഛൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് കണ്ടപ്പോ മുത്തച്ഛനായ ബ്രഹ്മാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉണ്ണി, അങ്ങനെയല്ല. ആ ഭഗവാന്റെ ഇച്ഛയെ നീ എതിർക്കരുത്. ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ അത് കാലപ്രവാഹമാണ്. അതിനെതിരെ, ഒഴുക്കിനെതിരെ നീന്തിയാൽ മുങ്ങിപ്പോവും കൈകാലുകൾ കുഴഞ്ഞ് എന്നതുപോലെ ആ ഭഗവാന്റെ ഇച്ഛയെ എതിർക്കാൻ സാധിക്കില്ല. ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതായ ആ ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ് ബ്രഹ്മാവായ ഞാനും നിന്റെ അച്ഛനായ മനുവും ലോകപാലകന്മാരും എല്ലാവരും. അതുകൊണ്ട് ആ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാന്റെ ഇച്ഛയെ നീ ധിക്കരിക്കരുത്. ആ ഭഗവാന്റെ ഇച്ഛയെ ധിക്കരിക്കാൻ, കാലത്തിനെ അതിലംഘിക്കാൻ, കാലപുരുഷനെ അതിജീവിക്കാൻ തപസ്സുകൊണ്ടോ വേദം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും സാധിക്കില്ല. ഭഗവാൻ എന്താണോ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതിനെ വേണ്ട രീതിയിൽ ശിരസ വഹിക്കുക, അനുസരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഭഗവാന്റെ ഇച്ഛക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒന്നും നടക്കില്ല. ലോകത്തിൽ ഒരു ഇല ചലിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. കാപിലത്തിൽ നമ്മൾ കണ്ടില്ലേ, യദ്ഭയാൽ വാദി വാദോയം സൂര്യസ്തപതി യദ്ഭയാൽ. സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാ. വൃക്ഷങ്ങൾ പുഷ്പിക്കുന്നത് കായ്ക്കുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാ. ഭൂമി വെള്ളത്തിൽ താഴ്ന്നു പോവാത്തത്, ഇങ്ങനെ ലോകത്തിൽ ഒരു പുളിയില ചലിക്കുന്നത് പോലും ആ ഭഗവാന്റെ അപാരമായ ശക്തി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല ഈ ലോകത്തില്. നേഹ നാനാസ്തി കിഞ്ചന എന്ന അധ്യാത്മോപനിഷത്തിൽ പറയും, ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ആ ഈശ്വരന്റെ ശക്തി അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കില്ല. ദശമസ്കന്ധത്തിലെ 89 അധ്യായത്തില് 63 ശ്ലോകത്തില് അർജുനന് മനസ്സിലായി ഏറ്റവും അവസാനം, എൽ കിഞ്ചൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. അതേവരെ അർജുനൻ പറഞ്ഞത് എന്തായിരുന്നു? അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനു. എവിടെ നിന്റെ ഗാണ്ഡീവം, എവിടെ നിന്റെ പാശുപതാസ്ത്രം? നമ്മളാകുന്ന മനുഷ്യരെ ഭാഗവതം കാണിച്ചു തരണു. നാരായണൻ എന്ന് പറയുന്നതാണ് പൂജ്യൻ, നരൻ എന്ന് പറയുന്നത് പൂജ്യം. ഇത് ഓർമ്മ വച്ച ഒരു കുഴപ്പമില്ല. ഹി ഈസ് എ ഹീറോ, വി ആർ സീറോ. ഇത് ഉറപ്പിച്ചോളൂ. അല്ലാതെ മനുഷ്യൻ വിചാരിച്ചാൽ ഒരു കാര്യം നടക്കില്ല. ഭൂമണ്ഡലത്തിൽ ഈ ലോകത്തിൽ എന്ത് നടക്കണോ അതൊക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. ആ ഭഗവാന്റെ ഈ ഇച്ഛയെ അതിജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ജനനമായാലും മരണമായാലും കർമ്മമായാലും ഭയമായാലും സുഖമായാലും ദുഃഖമായാലും ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ പ്രിയവ്രത,
ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ അത് ഈ ഈശ്വരോപാസനയ്ക്ക് തടസ്സമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശ്വരോപാസനയ്ക്ക് തടസ്സമല്ല ഗാർഹസ്ഥ്യം. ഭാര്യ ഉണ്ടായിക്കോട്ടെ, മക്കളുണ്ടായിക്കോട്ടെ, സമ്പത്തുണ്ടായിക്കോട്ടെ, സിംഹാസനം ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം ഉണ്ടായാലും ശരി, അതിൽ ആസക്തനാവാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ 4 ആശ്രമങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. ചതുർണാം ആശ്രമാണാം ഹി ഗാർഹസ്ഥ്യം ശ്രേഷ്ഠമുത്തമം. 4 ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം അതാണ്. എന്താ കാരണം? അനേക കാരണങ്ങളാണ്. ഒന്ന്, മറ്റ് 3 ആശ്രമികൾക്കും ആശ്രയമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമം. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ സന്യാസിക്ക് വാനപ്രസന്റെ അടുത്ത് പോകാൻ പറ്റുമോ? വാനപ്രസന് ബ്രഹ്മചാരിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? 3 ആശ്രമികളും ആശ്രയിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. രണ്ടാമത്തേത്, ഗൃഹസ്ഥാശ്രമിക്ക് ഇഹലോകത്തിൽ സുഖമുണ്ട്, പരലോകത്തിൽ സുഖമുണ്ട്. സന്യാസിക്ക് ഇഹലോകത്തിൽ സുഖമില്ല, പരലോകത്തിലേ ഉള്ളൂ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിനെ സ്വീകരിക്കൂ. മാനുഷ്യം സർവഭൂതാനാം ഭുക്തി മോക്തിയാലയം ശുഭം. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഭുക്തിക്കും മുക്തിക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവനവന്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇഹലോകത്തിൽ സുഖവും പരലോകത്തിൽ മോക്ഷവും നേടാൻ എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമം ഈശ്വരോപാസനയ്ക്ക് തടസ്സമില്ല. ഇതിനെന്താ ഏറ്റവും വലിയ തെളിവ്? നമ്മൾ തന്നെയാണ് തെളിവ്. നമ്മളെല്ലാവരും ഭാര്യമാരും ഭർത്താക്കന്മാരും സന്താനങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. ഗൃഹസ്ഥാശ്രമം ഈശ്വരോപാസനയ്ക്ക് തടസ്സമാണെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമോ? അപ്പൊ എന്തൊക്കെ ഉണ്ടായാലും, ഭാര്യ ഉണ്ടായാലും, മക്കളുണ്ടായാലും, കുടുംബമുണ്ടായാലും, സന്താനം ഉണ്ടായാലും, എന്തുണ്ടായാലും അതിനകത്ത് ആസക്തനാവാതിരിക്കുക. മതിരിഹ ഗുണസക്ത ബന്ധകൃത് തേഷോസക്താതു അമൃതകൃത്. ഇത് മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, പത്മപത്രം ഇവ അംഭസ എന്ന് പറയും ആചാര്യന്മാര്. 365 ദിവസവും 24 മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ ആ വെള്ളത്തിന് സാധിക്കണില്ല. അപ്പോ പ്രിയവ്രത, എന്താ വിഷമം? 24 മണിക്കൂർ വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ അതേ വെള്ളത്തിന് സാധിക്കാത്തതുപോലെ ആവണം ഒരു മനുഷ്യന്റെ ജീവിതം. ഏകാദശ സ്കന്ധത്തിൽ നിമി നവയോഗി സംവാദം പറയുമ്പോൾ പറയും, സംസാരധർമ്മൈരവിമുഹ്യമാന. സംസാരധർമ്മങ്ങളിൽ ഒന്നും മോഹിക്കാതിരിക്കുക. ഇതൊക്കെ താൽക്കാലികമായ ഉപയോഗത്തിന് ഭഗവാൻ തന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ തരും. എന്തിന്? താൽക്കാലിക ഉപയോഗത്തിന്. ഭഗവാൻ തിരിച്ചെടുക്കും ആവശ്യം കഴിഞ്ഞാൽ. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അംബരീഷന് മനസ്സിലായത്. നവമസ്കന്ധത്തിൽ അംബരീഷൻ ചരിത്രം പറയും. അംബരീഷന് 7 ആഴികൾ ചൂഴുന്നതായ ഭൂമണ്ഡലത്തിനെ മുഴുവൻ ഭരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ലോഷ്ടവൽ സ്മൃതം, മണ്ണാങ്കട്ട. ഇതിലൊന്നും ഒരു വലിയ കഥയൊന്നുമില്ല. ഇതൊക്കെ ഭഗവാൻ തന്നതാ. മഹാബലിക്ക് പറ്റിയ തെറ്റിദ്ധാരണ അതാ, ഇതൊക്കെ എൻ്റെ സ്വന്തമാണ് എന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനം വിന്ധ്യാവലി വന്ന് പറയേണ്ടി വന്നു, ക്രീഡാർത്ഥ ആത്മനൈദം ത്രജകൽ കൃതം തേ എന്ന് വിന്ധ്യാവലി വന്ന് പറയേണ്ടി വന്നു. അപ്പൊ നമ്മളാകുന്ന മനുഷ്യർക്ക് പ്രിയവ്രതനോടുള്ള ഉപദേശം വളരെ ശ്രേഷ്ഠമാണ്. എന്തെല്ലാം ഉണ്ടായാലും ഇതൊക്കെ താൽക്കാലിക ഉപയോഗത്തിനായിട്ട് ഭഗവാൻ തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് ഓർത്തിരിക്കുക, ജി 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 എന്ന്. ഗാഡ് ഗിവൺ ഗിഫ്റ്റ്, ദൈവദത്ത ദേഹം. 3 ദ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ഈശ്വരൻ തന്നതാ. ഈ ശരീരം പോലും, ഈ ശരീരം നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുക? ആർക്കെങ്കിലും അറിയോ? ഒരു മനുഷ്യനറിയില്ല. അതുകൊണ്ട് ദത്താത്രേയ മഹർഷി പറഞ്ഞു, ദേഹോ ഗുരുർമമ വിരക്തി വിവേക ഹേതു എന്ന്. എനിക്ക് വിരക്തി ഉണ്ടാവാൻ ഏറ്റവും വലിയ 25ാമത്തെ ഗുരുനാഥൻ എൻ്റെ ശരീരം തന്നെയാണ്. ശീര്യതേ ചീഞ്ഞളിഞ്ഞു പോണതാണ്. അപ്പൊ ഇതൊക്കെ ഈശ്വരൻ താൽക്കാലികമായ ഉപയോഗത്തിന് വേണ്ടി തന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല. നമ്മളാകുന്ന കലിയുഗ മനുഷ്യനുള്ള ഉപദേശമാണത്. അതുകൊണ്ട് പ്രിയവ്രത, നീ വിവാഹം കഴിക്കൂ.
ഈ ജീവിതത്തിൽ എന്തെല്ലാം തരുന്നതോ എന്തെല്ലാം നിനക്ക് ലഭിക്കുന്നുവോ അത് ഈശ്വരദത്തമാണ്, ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അവനവന്റെ കർമ്മങ്ങളെ, സ്വധർമ്മം ആരാധനം അച്യുതസ്യ, വർക്ക് ഈസ് വർഷിപ്പ്, ഡ്യൂട്ടി ഈസ് ഡിവോഷൻ, പ്രവൃത്തിയാണ് പ്രാർത്ഥന. ആ രീതിയിൽ നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിലൊക്കെ ഒട്ടൽ വരുമ്പോഴാണ്, ആസക്തി വരുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയവ്രത, നീ സ്വധർമ്മം അനുഷ്ഠിക്കൂ നിസ്സംഗനായിട്ട്. ജിത ഷട്സപത്ന, ആ 6 ശത്രുക്കളെ നീ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പമില്ല. ആരാണ് 6 ശത്രുക്കള്? 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, അതല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. ഈ 6 ഇന്ദ്രിയങ്ങളെ, 6 ഇന്ദ്രിയങ്ങളെയോ 6 വികാരങ്ങളെയോ നമുക്ക് വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സപ്തമസ്കന്ധത്തില് 15-ാമത്തെ അധ്യായത്തില് 41, 42 2 ശ്ലോകങ്ങളില് ശ്രീനാരദ മഹർഷി പറയും ഈ ശരീരത്തിന്റെ ഉപയോഗം എന്താണ്. ആഹുശരീരം രഥം ഇന്ദ്രിയാണി ഹയാൻ ഇഷുന്മന ഇന്ദ്രിയേഷം പത്മാണി മാത്ര ധിഷണം ച സൂതം എന്നൊക്കെ അവിടെ പറയും. അപ്പൊ ശ്രേഷ്ഠമായ ഈ ശരീരത്തിലെ എന്ന രഥത്തിലെ, ശരീരം എന്ന രഥത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ 5 കുതിരകളാണ്. മനസ്സാകുന്ന കടിഞ്ഞാട് കൊണ്ട് ബുദ്ധിയാകുന്ന സൂതൻ നേർവഴിക്ക് നയിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത്. അതുകൊണ്ട് ഭാര്യ, മക്കള്, കുടുംബം ഇതൊന്നും ഈശ്വരാരാധനയ്ക്ക് തടസ്സമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ആ ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് ആ ഭഗവാന്റെ അടുത്തെത്താൻ ഒരു പ്രയാസവും. സ്വധർമ്മം ആരാധനം അച്യുതസ്യ, അവനവന്റെ ധർമ്മം ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ അവന് ഈ ലോകത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഒരു രാജാവ് കോട്ടയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സൈന്യത്തിനെ നിയന്ത്രിച്ച് യുദ്ധം ജയിക്കുന്നത് പോലെ ഈ ശരീരമാകുന്ന കോട്ടയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന ആ സൈന്യത്തിനെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ശിവമാർഗ പ്രണേതാരം, നേരായ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പ്രിയവ്രത, നീ വിവാഹം കഴിച്ചോളൂ. ഭാര്യയോ മക്കളോ സമ്പത്തോ സിംഹാസനമോ എന്തുണ്ടായാലും ഈശ്വരോപാസനയ്ക്ക് തടസ്സമല്ല. നമുക്കതിന് സമയം കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ, സന്മനസ്സുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം ഈ സംസാരത്തിൽ നമ്മൾ മുഴുകി നടക്കും. ഇത് പ്രിയവ്രതനോടുള്ള ഉപദേശം മാത്രമാണെന്ന് വിചാരിക്കേണ്ട, നമ്മളോടുള്ള ഉപദേശം കൂടിയാണ്. അങ്ങനെ പ്രിയവ്രതൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. 2 വിവാഹം കഴിച്ചു. അതിൽ 13 പുത്രന്മാരുണ്ടായി. ആദ്യധരൻ ഇന്ദ്മജിഹ്വൻ തുടങ്ങിയിട്ടുള്ളത്, രണ്ടാമത്തെ ഉത്തമൻ താമസ രേവതൻ. 2 വിവാഹങ്ങളിലായിട്ട് 13 പുത്രന്മാരുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയവ്രതന് തോന്നിയത്, ഞാൻ ഭരിക്കുമ്പോൾ ലോകത്തില് ഒരു ഭാഗത്ത് വെളിച്ചമാണെങ്കിൽ വേറൊരു ഭാഗത്ത് ഇരുട്ടാണല്ലോ, അത് പാടില്ല. ഞാൻ ഭരിക്കുന്ന സമയത്ത് എല്ലാ ദിക്കിലും പ്രകാശമാവണം. തൻ്റെ രഥത്തിൽ കയറി സൂര്യനോടൊപ്പം ഭൂമിയുടെ കേന്ദ്രമായ മേരുപർവ്വതത്തിനെ ചുറ്റി സഞ്ചരിച്ചു. 7 തവണ, 1-2 തവണയല്ല. അപ്പോ ഭൂമണ്ഡലം വിണ്ടു കീറി 7 ദ്വീപങ്ങൾ ഉണ്ടായി, 7 സമുദ്രങ്ങൾ ഉണ്ടായി. ജംബു, ശാൽമലി, പുഷ്കരം, ശാകം, ക്രൗഞ്ചം എന്നൊക്കെ പറഞ്ഞ് 7 ദ്വീപങ്ങൾ. ക്ഷാരോദം, ഇക്ഷുരോസം, സുരോദം, ഘൃതോദം എന്നൊക്കെ പറഞ്ഞ് 7 സമുദ്രങ്ങൾ ഉണ്ടായി. ഇങ്ങനെയാണ് ഭൂമിയിൽ 7 ദ്വീപങ്ങളും 7 സമുദ്രങ്ങളും ഉണ്ടായത് എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനെ നെറ്റിച്ചുളിയും. ഈ ഭൂമണ്ഡലത്തിൽ എവിടെയായി മേരുപർവ്വതം? ഒരാള് തേർച്ചക്രങ്ങളിൽ യാത്ര ചെയ്തപ്പോ എങ്ങനെയാ ഈ 7 ആയിട്ട് പിരിഞ്ഞേ? സായിപ്പ് പറഞ്ഞാൽ
നമുക്ക് വിശ്വാസമായി. വേദവ്യാസ മഹർഷി പറഞ്ഞാൽ നമുക്ക് വിശ്വാസാവില്ല. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതേ ഈ ലോകത്തിൽ ഇന്ന് നടക്കണുള്ളൂ, യാതൊരു സംശയവും വേണ്ട. അപ്പൊ നമ്മുടെ ജീവചരിത്രമാണ് ഭാഗവതം. നമ്മളായിരിക്കുന്ന ജീവേശ്വരന്മാരുടെ ബയോഗ്രഫിയാണ് ഭാഗവതം, ജീവചരിത്രമാണ് ഭാഗവതം. ഭഗവാന്റെ ലീലകൾ ആടെ രൂപത്തില് നമ്മുടെ സ്വന്തം കഥ പറയണു, എപ്രകാരം ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കണം ഈ മനുഷ്യ ശരീരം കൊണ്ട് എന്ന് സയൻസ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതും ഭാഗവതം ശാസ്ത്രം എന്ന് പറഞ്ഞത്. ഭാഗവത ശാസ്ത്രമാണ്, പ്യുവർ സയൻസ് ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യം ജോഗ്രഫിയില് സ്കൂൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രിയവർത്തന്റെ കഥയെ ഇപ്പൊ ഗ്ലോബിൽ നോക്കിയാൽ, മാപ്പിൽ നോക്കിയാൽ മേരുപർവ്വതം എന്ന് പറഞ്ഞൊരു പർവ്വതം കാണില്ല. അറ്റ്ലസും ആൽപ്സും ഒക്കെ കാണും, ഹിമാലയം ഒക്കെ കാണും. ഏതാ മേരുപർവ്വതം? 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്ന ഭൂമണ്ഡലത്തിന്റെ കേന്ദ്രഭാഗത്തു കൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖ, ആക്സിസ് എന്ന് ജിയോളജിസ്റ്റുകൾ പറയുന്ന മേരുപർവ്വതം. ഒരു വലിയ താമരപ്പൂ പോലെ ഇരിക്കുന്ന മേരുപർവ്വതത്തിന്റെ കർണിക, ആക്സിസ്, അക്ഷം എന്ന് പറയുന്നതാ. പണ്ട് ഭൂമണ്ഡലം പാൻജിയ എന്ന് പറയുന്ന ഒരൊറ്റ കട്ടയായിരുന്നു. പിന്നീട് അത് എന്തോ കാരണങ്ങൾ കൊണ്ട് പരസ്പരം വികർഷിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയുള്ള ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത് എന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വാഗനർ പറഞ്ഞു. സായിപ്പ് പറഞ്ഞാലല്ലേ നമുക്ക് വിശ്വാസമാവുള്ളൂ. ഫലക ചലന സിദ്ധാന്തം, പ്ലേറ്റ് ടെക്നോണിക്സ്, കുട്ടികൾ ജോഗ്രഫിയിൽ പഠിക്കണതാ. ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരിക്കണു. അപ്പൊ ഇതും ഭാഗവതം ശാസ്ത്രം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല, നമുക്ക് പറഞ്ഞു തരിക. അങ്ങനെ 7 ദ്വീപങ്ങൾ ഉണ്ടായി. പണ്ട് ജംബു എന്ന് പറഞ്ഞു, ഇന്ന് ഏഷ്യ എന്ന് പറയണു. അജനാഭ വർഷം എന്ന് പറഞ്ഞു, ഇന്ന് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയണു. പേരുകൾക്ക് വ്യത്യാസമുള്ളൂ. ഇപ്പൊ പേരുകൾ നോക്കിയാല് കരിമ്പിൻ ജ്യൂസ് നിറച്ച സമുദ്രം, ഉപ്പ് നിറച്ച സമുദ്രം എന്നൊക്കെ കാണാം. പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇപ്പൊ അതിന് പറയുന്നത് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ എന്ന പേര് പറയുന്നത് പണ്ട് പേര് പറഞ്ഞിരുന്നു. അത് പേരേ വ്യത്യാസമുള്ളൂ, ഒക്കെ ഒന്ന് തന്നെയാ. അപ്പൊ വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ, ജിയോളജിസ്റ്റിനെ നമ്മൾ എത്ര തവണ നമസ്കരിക്കണം? അപ്പൊ ഇതും ഭാഗവതം ശാസ്ത്രം. ഇന്നത്തെ കോളേജിലോ സ്കൂളിലോ കുട്ടികൾ പഠിക്കുന്ന ശാസ്ത്രത്തിന് കടത്തി വെട്ടുന്ന സയൻസാണത്. പക്ഷേ ഇന്നത്തെ കലിയുഗ മനുഷ്യന് അത് മനസ്സിലാക്കാനോ മനസ്സിലാക്കിക്കാനോ താല്പര്യമില്ല. ഭാഗവതം എന്ന് പറഞ്ഞാലേ നരജന്മങ്ങൾക്കുള്ളതാന്നൊരു തോന്നല. നരകേറിയ ജന്മങ്ങൾക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ശതാഭിഷേകം കഴിഞ്ഞ ഒരു പണിയില്ലാണ്ടിരിക്കണവനുള്ളതാണ് ഭാഗവതം എന്നൊരു തോന്നലാണ്. അവിടെയാ പ്രശ്നം വരണേ. ഇത് നമ്മുടെ ശാസ്ത്രമാണ്. കൗമാര ആചരൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ എന്നൊരു 5 വയസ്സുകാരൻ പറഞ്ഞു. അത് തുടക്കത്തിലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് രസാന്നറിയോ ഭാഗവതം പഠിക്കാൻ. മോഡേൺ സയൻസിനെ കടത്തി വെട്ടും. അങ്ങനെ പ്രിയവ്രതന്റെ രഥചക്രങ്ങൾ കൊണ്ട് 7 ദ്വീപങ്ങൾ, 7 സമുദ്രങ്ങൾ ഉണ്ടായി. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വിരക്തി വന്നത്. അദ്ദേഹം മക്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു രാജ്യം. പിന്നീട് അവിടുന്ന് യാത്രയായി നാരദ മഹർഷിയുടെ അടുത്ത് ചെന്ന് സന്യാസം സ്വീകരിച്ചു. അതിൽ മൂത്തപുത്രൻ ആഗ്നീധരന്റെ കഥ പറയുന്നു. പൂർവചിത്തി എന്ന അപ്സരസിനെ കണ്ട് മോഹിച്ചു. അങ്ങ് അപ്സരസിനെ കല്യാണം കഴിച്ചു. അതില് 9 പുത്രന്മാരുണ്ടായി. അതില് മൂത്തപുത്രന്റെ പേര് നാഭി. നാഭി മേരുദേവിയെ വിവാഹം കഴിച്ചു. അതിൽ സന്താനങ്ങൾ ഉണ്ടായില്ല. പിന്നെ ഭഗവാനെ വിചാരിച്ച് ഒരു യാഗം നടത്തിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ പോലെ ഒരു സന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, എനിക്ക് തുല്യം ഞാൻ മാത്രമേ ഉള്ളൂ. ഭാഗവതത്തിന് തുല്യം ഭാഗവതം മാത്രം. ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപമം. ഇതുപോലെ ഭാഗവതത്തിന് തുല്യം ഭാഗവതം മാത്രമേ ഉള്ളൂ. ഭഗവാന് തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാം. അങ്ങനെ ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു. ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചതുകൊണ്ട് സ്വർഗത്തിനേക്കാളും സുന്ദരമായി ഈ ഭൂമി. അപ്പൊ ആര് യാഗം ചെയ്യാണ്ടായി? എന്തിനാ യാഗം ചെയ്യണേ? സ്വർഗകാമോ യജേത.
സ്വർഗത്തിൽ പോവാനാ. സ്വർഗത്തിനേക്കാൾ സുന്ദരമാണ് ഭൂമി എന്നുണ്ടെങ്കിൽ ആരെങ്കിലും യാഗം ചെയ്യോ? ആരും യാഗം ചെയ്യേണ്ടായി. അപ്പോഴാണ് ദേവേന്ദ്രൻ അസൂയാലുവായിട്ട് നമ്മുടെ ഭാരതവർഷത്തിൽ മഴ പെയ്യാതിരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ യോഗമായ ഭഗവാൻ മഴ പെയ്ച്ചു. കൃത്രിമമായിട്ട് മഴ പെയ്യിക്കാൻ ഭാരതത്തിലെ ഋഷിമാർക്ക് കഴിവുണ്ടായിരുന്നു. വീണ്ടും ഭാഗവതം എന്ന ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കണം. ആ മത്സരത്തില് ദേവേന്ദ്രൻ തോറ്റു. കോംപ്രമൈസിന് വന്നു. തന്റെ പുത്രിയായ ആ ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ 100 പുത്രന്മാരുണ്ടായി. 81 പേര് ബ്രാഹ്മണരായി, 9 പേര് രാജാക്കന്മാരായി, 9 പേര് നവയോഗികളായി, ഭരതൻ ചക്രവർത്തിയായി. ഇങ്ങനെ ഇന്ദ്രന്റെ പുത്രിയായ ജയന്തിയിൽ 100 പുത്രന്മാര് ഉണ്ടായി. ആ 100 പുത്രന്മാരെ വിളിച്ചിരുത്തി ഗംഭീരമായിട്ടുള്ള ഉപദേശം. 27 ശ്ലോകങ്ങളുണ്ട്. 27 രത്നങ്ങളാണെന്നാണ് ആചാര്യന്മാര് പറയാ. 27 ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരില്ല. അത്ര മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉപയോഗം എന്താണ്? എന്താണ് ഈ ശരീരത്തിന്റെ ഉപയോഗം? ഇതാ ഋഷഭയോഗീശ്വരൻ നമ്മളെ പഠിപ്പിച്ചു തരണത്. നേരത്തെ പറഞ്ഞില്ലേ യൂസർ മാനുവൽ എന്ന്. ഭാഗവതം എന്ന യൂസർ മാനുവൽ നമ്മളെ പഠിപ്പിക്കണോ എന്താണ് ഈ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത്. തൻ്റെ 100 മക്കൾക്ക് ഉപദേശം കൊടുക്കാൻ നേരത്ത് അനേകം മഹർഷിമാര് അവിടെ വന്നു. അങ്ങനെ വലിയ ഒരു സഭയിലിരുന്ന് ഋഷഭയോഗീശ്വരൻ തൻ്റെ പുത്രന്മാർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണു. ആ 27 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 9 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഋഷഭന്റെ നവരത്നങ്ങൾ എന്ന് ആചാര്യന്മാര് പറയുക. അതിലൊന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറ്റുമെങ്കിൽ അത് ബൈഹാർട്ട് പഠിക്കുക. ബൈഹാർട്ട് പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അത് ജീവിതത്തിലേക്ക് പകർത്താറാവണം. ഏത് പ്രഭാഷണ വേദികളിലും ഞാൻ പറയാറുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭാഗവതം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഭാഗവതത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മനസ്സിലായതിൽ എത്ര ശതമാനം നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യജന്മത്തിന്റെ സാഫല്യം എന്ത് എന്ന് അറിയാത്ത കാലത്തോളം നമ്മൾ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ യങ്ങർ ജനറേഷൻ ഭാഗവതത്തിന് മുമ്പിലേക്ക് വരാത്തത്. ഇത് ഏതോ വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഏതോ ഒരു താടിക്കാരൻ ഏതോ ഒരു ആലിന്റെ ചോട്ടിലിരുന്ന് എഴുതിയൊരു ഫാന്റസി സ്റ്റോറി എന്ന ഇതാണ് ധാരണ ഇന്നത്തെ കലിയുഗ മനുഷ്യന്. അതുകൊണ്ടാണ് ഭാഗവത്തിന്റെ അടുത്തേക്ക് അധികം ആൾക്കാരും വരാത്തത്. നമ്മുടെ കഥയാണെന്ന് മനസ്സിലായാലല്ലേ. ഇതിൽ പറയുന്ന ഉത്താനപാദൻ എന്ന് പറയുന്നതും സുരുചി എന്ന് പറയുന്നതും സുരീതി എന്ന് പറയുന്നതും പ്രഹ്ലാദൻ എന്ന് പറയുന്നതും മഹാബലി എന്ന് പറയുന്നതും ഭീഷ്മർ എന്ന് പറയുന്നതും ഭരതൻ എന്ന് പറയുന്നതും നമ്മൾ ഓരോരുത്തരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ, ആസ്വദിച്ചാൽ, ഭാഗവതം പോലെ ഇത്ര മാധുര്യമേറിയ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. നമ്മുടെ കഥ തന്നെയാ പറയണത്. നമ്മളെ കണ്ണാടി നോക്കുന്നത് പോലെ പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ എന്ന മഹാകവി ഉള്ളൂർ പാടിയതുപോലെ ഭാഗവതത്തിലേക്ക് നോക്കിയാൽ നമുക്കെല്ലാവരെയും കാണാം. ലോകാനാമേകമീശ്വരം എന്ന അധികാരഭാവത്തിൽ നിൽക്കുന്ന മഹാബലിയുടെയോ ഹിരണ്യകശിപുവിൻ്റെയോ രൂപമാണോ നിനക്ക്? എങ്കിൽ ആ രൂപം ഉപേക്ഷിക്കൂ. വദമേ തവദാസ്യ യോഗം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു 5 വയസ്സുകാരൻ്റെ അവനെ കണ്ടു പഠിക്കൂ. ഈ ഒരു ഭാവമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ ഈ മനുഷ്യ ശരീരത്തിനെ ഉപയോഗപ്പെടുത്താം. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നായം ദേഹോ ദേഹഭാജാം നിർലോകേ കഷ്ടൻ കാമാനർഹതേ വിഡ്ഭുയം യേ തപോ ദിവ്യം പുത്രക ഏരസത്വം ശുദ്ധ്യസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ ഒരു ശ്ലോകം കാണാപാഠം പഠിക്കുക, അത് ജീവിതത്തിലേക്ക് പകർത്താറാവുക. ന അയം ദേഹ, ഈ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല ഉണ്ണികളെ എന്ന് ആദ്യം പറഞ്ഞു. നായം ദേഹോ ദേഹഭാജാം നിർലോകേ, മനുഷ്യന്റെ രൂപം എടുത്തിട്ടുള്ള ആ ജീവികൾക്ക്
ഈ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. കഷ്ടാൻ കാമാനർഹതേ, വീണ്ടും വീണ്ടും കഷ്ടത ജനിപ്പിക്കുന്ന കാമഭോഗങ്ങൾ അനുഭവിക്കാനുള്ളതല്ല. നിന്ദ്യമായ, നിസ്സാരമായ, താൽക്കാലികമായ, അല്പസുഖപ്രദങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ എന്നാണെങ്കിൽ നമുക്ക് ഛർദി വരും അടുത്ത വാക്ക് കേട്ടാൽ. നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരെ വേദവ്യാസ മഹർഷി വിളിച്ചത് വിഡ്ഭുക്കുകൾ എന്ന, മലം തിന്നുന്ന ജന്തുക്കൾ ഇതിലും ഭേദമാണ്. സെപ്റ്റി ടാങ്കിൽ കിടക്കുന്ന കൃമിയേക്കാളും കഷ്ടമാണെന്ന് ഈ മനുഷ്യജന്മം എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് അറിയാത്തവൻ, എന്തിനു വേണ്ടിയിട്ടുള്ളതായി മനുഷ്യജന്മം എന്നറിയാത്തവൻ മലം തിന്നുന്ന ജന്തുവിനെ പോലെ, പന്നിയെ പോലെ, മലത്തിൽ കിടക്കുന്ന കൃമിയെ പോലെ അത്ര നികൃഷ്ടമായിട്ടുള്ള ജീവിയാണ്. അവരെ മനുഷ്യനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ നിസ്സാരമായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ കാമഭോഗങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ കാമഭോഗങ്ങളുടെ പ്രത്യേകത എന്താ? വന്നി ആഹൂതയഥ, കത്തിജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് കുറെ നെയ്യ് കോരി ഒഴിച്ചാൽ തീ കേടുകയല്ല ഉണ്ടാവുക, കൂടുതൽ ശക്തിയായിട്ട് ഉണ്ടാവുക. യയാതിയും ഇത് തന്നെയാ പറഞ്ഞത്, പുരൂരവസ്തു ഇത് തന്നെയാ പറഞ്ഞത്. കാമഭോഗങ്ങൾ ആസ്വദിക്കും തോറും കൂടുതൽ 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 ആളിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാ. പക്ഷേ ആ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ എന്ത് കുഴപ്പമുണ്ടാവും? ഏതെങ്കിലും ഒരു ഇന്ദ്രിയം മതി എന്ന് പറയോ നമ്മളോട്? ചിന്തിച്ചു നോക്കിക്കോളൂ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളില്ലേ പ്രധാനമായിട്ട്? കണ്ട് മതിയെന്ന് കണ്ണു പറയോ? കേട്ട് മതിയെന്ന് ചെവി പറയോ? വർത്തമാനം പറഞ്ഞ് മതിയെന്ന് നാവ് പറയോ? ഒരിക്കലും പറയില്ല. മൂടില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരുന്നത് പോലെ ഇരിക്കും. ഒരു മൺകുടത്തിന് 5 ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ചു വെച്ചാൽ 5 ദ്വാരങ്ങളിൽ കൂടെ പുറത്തേക്ക് പോകും. ഇതുപോലെയാണ്. അതുകൊണ്ടാണ് ദേവഹൂതി എന്ന അമ്മ മകനായ ഭഗവാനോട് പറഞ്ഞത് അസതിന്ദ്രിയ തരിഷണാൽ, ഇന്ദ്രിയങ്ങളുടെ അസത്തുക്കളായിരിക്കുന്ന പ്രലോഭനം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട് അവയെ സന്തോഷിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് എനിക്ക് നിർവിണ്ണ, ഞാൻ വളരെ പരിശ്രാന്തയായിരിക്കണു. അമ്മയ്ക്ക് മകൻ കൊടുത്ത അതേ ഉപദേശം തന്നെയാണ് അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരെണ്ണം കപിലനായിട്ടാണ്, ഇവിടെ ഋഷഭനായിട്ടാണ്. ഒരു വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മോശമൊന്നും അല്ല കേട്ടോ, നല്ലത് തന്നെയാ. ഇന്ദ്രിയങ്ങൾ അസത്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ, അതിൻ്റെ ഉപയോഗത്തിലാണ് വ്യത്യാസം. നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് മോശമാണ് എന്ന് ഭാഗവതം പറയുന്നത് കണ്ണ് കുത്തി പൊട്ടിക്കണ്ട. നാവ് മോശമാണെന്ന് പറഞ്ഞ് നാവ് മുറിച്ച് കളയണ്ട. ഏതാ? അത് ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. ഏതൊരു വസ്തുവിനും 3 ഘട്ടങ്ങളുണ്ട്: അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. എല്ലാത്തിനും ഉണ്ടത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ കുരങ്ങൻ പാപ്പിനെ പിടിച്ചേക്കണ പോലെയല്ലേ നമ്മൾ കൈ പിടിക്കുക. തല പോയാലും പ്രശ്നമില്ല, മൊബൈൽ കയ്യിൽ പിടിക്കും അല്ലേ? സെൽഫോണാണ് മനുഷ്യന് പ്രാണനേക്കാൾ പ്രിയങ്കരം എന്ന് പണ്ടൊരു കവി എഴുതിയ പോലെ. സെൽഫോൺ ആവശ്യമാണ് ഒരാളെ ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വഴി അറിയാൻ ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഇതേപോലത്തെ സൽത്താവേദിയിലോ സത്രവേദിയിൽ ഇരുന്ന് വെറ്റിലേമ 100 തേക്കണ പോലെ തേച്ചോണ്ടിരുന്നാലോ അത് അനാവശ്യമാണ് എന്നർത്ഥം. അപ്പൊ നമ്മുടെ കണ്ണുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നമ്മുടെ നാവ് എന്തിനുള്ളതാ? ദശമസ്കന്ധത്തില് 38ാമത്തെ അധ്യായത്തില്, ദശമസ്കന്ധത്തില് 10ാമത്തെ അധ്യായത്തില് 38ാമത്തെ ശ്ലോകം, 10, 10, 38 എന്ന് ഓർത്തിരിക്കുക. 10ാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം 38ാമത്തെ ശ്ലോകം. നളഗോപുരമണിഗിരിവന്മാര് ഭഗവാനോട് പറയും, വാണി ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിസതാം ദർശനസ്തു ഭവത്തനൂനാം. എന്തിനാ കണ്ണ് തന്നേക്കണത്? കണ്ണനെ കാണാതെ കണ്ണെന്തിനാ? ഈ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം അത് കണ്ടു മതി എന്ന് പറയില്ല. എന്നാൽ ഭഗവാനെ കാണൂ നിങ്ങൾ. അതുകൊണ്ടാണ് സപ്താഹവേദികളിൽ നിറയെ ഉണ്ണിക്കണ്ണന്മാരുടെ വിഗ്രഹം വെച്ചേക്കണത്. ബ്രഹ്മാവ് കണ്ടതുപോലെ
നമുക്ക് കാണാൻ പറ്റണം. പിതൃശന്തഘന ശ്യാമ പീതകൗശേയ വാസസ. ബ്രഹ്മാവും മോളിൽ നിന്ന് നോക്കിയപ്പോ കണ്ടില്ലേ, ഭൂമണ്ഡലത്തിൽ എന്തെല്ലാം 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 ഉണ്ടോ അത് മുഴുവൻ ഭഗവാനായിട്ട്. കാണുന്നതെല്ലാം നീ ആകേണം. ശീർക്കാഴി ഗോവിന്ദരാജൻ പാടിയതുപോലെ ഈ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ ദൃഷ്ടിസതാം ദർശനസ്തു ഭവത്തനൂനാം. അപ്പൊ കണ്ണിന് നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ കാണുന്നത് മുഴുവൻ ഭഗവാനായിട്ട് കാണൂ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയനിലുണ്ട് ആദിത്യനിലുണ്ട് അണുവിലുമുണ്ടെന്ന് മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ അണോ രണീയാൻ മഹതോ മഹീയാൻ സർവത്തിലും ഈശ്വരനുണ്ടെന്ന് കാണൂ. മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഇന്ദ്രിയമാണ് നാവ്. അതിനെ നിയന്ത്രിക്കാൻ പറ്റുണ്ടോ നമുക്ക്? പരിചയമുള്ള ഒരാളെ കണ്ടാൽ മതി, അമ്പലത്തിൽ വെച്ചാണെങ്കിലും നമ്മൾ സംസാരിക്കും. സപ്താഹവേദി ആണെങ്കിലും സത്രവേദി ആണെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആളെ തോണ്ടി വിളിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനമാവില്ല. എന്താ കാരണം? നാവ് എന്ന ഇന്ദ്രിയത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. നാവ് എന്ന ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അകത്തേക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ എടുക്കണത്, അല്ലേ? അവിടെ ആയുർവേദ അവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരും ഏതാണ് ഹിതമായിട്ടുള്ളത് ഏതാണ് അഹിതമായിട്ടുള്ളത് എന്ന്. ശരീരം നിലനിൽക്കണം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം വേണം. പക്ഷെ ആ ശരീരത്തിന് പഥ്യമായതെന്ത് അപഥ്യമായതെന്ത് അവർ പറഞ്ഞു തരും. അപ്പൊ അകത്തേക്ക് പോകുന്നത് പഥ്യമായിരിക്കണം, പുറത്തേക്ക് വരണതും പഥ്യമായിരിക്കണം. അകത്തേക്ക് വരുമ്പോ നമ്മൾ സ്വാദറിയണു, ജ്ഞാനേന്ദ്രിയം. പുറത്തേക്ക് വരുമ്പോ നമ്മൾ സംസാരിക്കണു, അത് സംസാരമാവും. അപ്പൊ നമ്മുടെ അകത്തേക്ക് നാവ് കൊണ്ട് അകത്തേക്ക് പോണതും പുറത്തേക്ക് വരണതും രണ്ടും നന്നാവണം എന്നർത്ഥം. അപ്പൊ നാവ് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. അതുകൊണ്ടാണ് 24 ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ മത്സ്യത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ജിതം സർവം ജിതേരസേത പറഞ്ഞത്. നാവിനെ നിയന്ത്രിച്ചാൽ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചതായി. എന്താ കാരണം? നാവാണ് ഈ സംസാരത്തിനെ ഉണ്ടാക്കുന്നത്. മലയാളത്തിലുള്ള സംസാരത്തിനെയും സംസ്കൃതത്തിലുള്ള സംസാരത്തിനെയും, രണ്ട് സംസാരത്തിനെ ഈ നാവാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഇപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ തന്നെ എത്ര പേര് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്? ഈ നാവുകൊണ്ടല്ലേ നമ്മൾ പരിചയപ്പെടണേ. അപ്പൊ ബന്ധമായി, ബന്ധനമായി, സൗഹൃദമായി. അപ്പൊ പുറത്തേക്ക് വരുന്ന ആ വർത്തമാനം, സംഭാഷണം എന്നതുകൊണ്ട് നമ്മൾ സംസ്കൃതത്തിലുള്ള സംസ്കൃതത്തിലുള്ള ആ സംസാരത്തിനെ സൃഷ്ടിക്കണു. മലയാളത്തിലുള്ള സംസാരത്തിലൂടെയാണ് നമ്മൾ സംസ്കൃതത്തിലുള്ള സംസാരത്തിനെ സൃഷ്ടിക്കുന്നത്. നമ്മളൊക്കെ പറയണത് സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധരാന്ന. ഈ സംസാരസാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, നാവ് കൊണ്ട് സംസാരം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ജിതം സർവം ജിതേരസേ. അതുകൊണ്ട് കപിലവാസുദേവൻ പറഞ്ഞത്, ഋഷഭ യോഗീശ്വരൻ പറഞ്ഞ ഒന്ന് തന്നെയാണ്. അസത്തുക്കളായിരിക്കുന്ന ആ പ്രവൃത്തികളിലേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാണ്ടിരിക്കുക. ഈ ശരീരം എന്ന് പറയുന്നത് ഈ നൈമിഷികമായ സുഖം തരുന്ന ആ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ ലഡ്ഡു ആണെങ്കിലും കാഞ്ഞിരക്കുരു ആണെങ്കിലും തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞില്ലേ അതിന്റെ കഥ. അപ്പൊ നമ്മൾ എന്തിനാ ആഹാരം കഴിക്കണേ? നാവിനെ തൃപ്തിപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊക്കെ താൽക്കാലികമാണ്. നമുക്ക് വല്ലാത്ത ഉഷ്ണം നമ്മൾ പറയും. അപ്പൊ എ സി റൂമിലിരിക്കും. എ സി റൂമിൽ ഇരിക്കുമ്പോ സുഖ, പുറത്ത് കിടന്നാലോ അപ്പൊ ചൂട് എന്ന് പറയേ. അപ്പൊ എന്തൊരു ചൂടാ, പുറത്ത് വെയിൽ വന്നേക്കണു. എന്നാ ഭഗവാൻ വിചാരിക്കുന്ന മഴ പെയ്ച്ചേക്കാം. അപ്പൊ നമ്മൾ പറയും എന്തൊരു മഴയാന്ന്, അല്ലേ? നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. കാരണം എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണില്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല ഉണ്ണികളെ. അപ്പൊ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിന്ദ്യമായിരിക്കുന്ന, നീചമായിരിക്കുന്ന, താൽക്കാലികമായിരിക്കുന്ന, അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ശരീരം എന്ന് മനസ്സിലാക്കിക്കോളൂ. സാധാരണ ജീവനുള്ള
ഏതൊരു ജീവിയും ചെയ്യുന്ന നാല് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആഹാരം കഴിക്കുക, രണ്ടാമത് വിസർജിക്കുക നീഹാരം, മൂന്നാമത്തേത് നിദ്ര കിടന്നുറക്കം, നാലാമത്തേത് മൈഥുനം രതിസുഖം. ആഹാര നീഹാര നിദ്ര മൈഥുനങ്ങൾ വ്യാപാര ചതുഷ്ടയം എന്നാണ് ആചാര്യന്മാർ ഇതിന് പറയുക. ഈ വ്യാപാര ചതുഷ്ടയം ചെയ്യാനാണെങ്കിൽ മനുഷ്യനാണെന്ന് പറയണോ നമ്മളെ? ആലോചിച്ച് നോക്കൂ. പൂരപ്പറമ്പിൽ നിന്നിട്ട് ആന മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട്, മനുഷ്യർ ചെയ്യാറില്ലല്ലോ. അപ്പൊ മനുഷ്യരും പക്ഷിമൃഗാദികളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവന് ഉപദേശം കൊടുക്കാൻ നേരത്ത് ആദ്യം പറഞ്ഞത് പ്രായേണ മനുജ ലോകേ ലോകതത്വ വിചക്ഷണ സമുദ്ധരന്തി ആത്മാനം ആത്മനൈവ ശുഭാശയാൽ. അശുഭമായ മാർഗങ്ങളിൽ നിന്ന് ശുഭമായ മാർഗങ്ങളിലേക്ക് നമ്മളെ തന്നെ നയിക്കണം. ആത്മനോ ഗുരു ആത്മൈവ. സപ്തമസ്കന്ധം തുടങ്ങുമ്പോൾ പറയും വാസന ദ്വിവിധ പ്രോക്ത ശുദ്ധ ച മലിന തഥ. നമുക്ക് രണ്ടു തരത്തിലുള്ള വാസനകളാ, മലിനമായ വാസനകളും ശുദ്ധമായ വാസനകളും. മലിന ജന്മഹേതുസ്യാൽ ശുദ്ധ ജന്മവിനാശിനി. അപ്പൊ വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാക്കുന്നതായ മലിനമായ വാസനകളിൽ നിന്ന് ശുദ്ധമായ വാസനകളിലേക്ക് നമ്മളെ തന്നെ നയിക്കണം. അതിനാണ് ഈ ശരീരം. അല്ലാതെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മളെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. നിസ്സാരമായിരിക്കുന്ന കാമഭോഗങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാനുള്ളതല്ല. ആചാര്യസ്വാമികൾ പറയും ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ചത്വമാവു സഗുണേന ബദ്ധ കുരംഗ മാതംഗ പതംഗ ഭൃംഗമീന. ഓരോ ഇന്ദ്രിയ സ്ട്രോങ് ആയപ്പോ ഓരോ ജീവികൾ നശിച്ചു. കണ്ണ് മോശമായപ്പോ ഈയാമ്പാറ്റ, മൂക്ക് മോശമായപ്പോ വണ്ട്, ചെവി മോശമായപ്പോ മാൻ, നാവ് മോശമായപ്പോ മത്സ്യം, ത്വക്ക് സ്ട്രോങ് ആയപ്പോ ആന. നര പഞ്ചഭിരഞ്ജിതയ്ക്കും എന്നാ ചോദിച്ച് നമ്മുടെ ഏതാ മോശം? ഓരോ ഇന്ദ്രിയ സ്ട്രോങ് ആയപ്പോ ഓരോ ജീവികളും നശിച്ചു. പഞ്ചേന്ദ്രിയങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്ന നമ്മുടെ ഗതി അധോഗതി. അതുകൊണ്ടാണ് ഭാഗവതം നമ്മളോട് പറഞ്ഞത് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഈ നിസ്സാരമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വ്യാപാര ചതുഷ്ടയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ആദ്യം നിഷേധം പറഞ്ഞു. എന്താ ആദ്യം നിഷേധം പറയാൻ കാരണം? അപ്പൊ ചോദ്യം വരും, ഈ ശരീരം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കും പിന്നെ എന്തിനുള്ളതാണ്? ആ ചോദ്യം വരണം, ആ ജിജ്ഞാസ വരണം. ഈ മനുഷ്യ ശരീരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനുഷ്യർ അറിയണം, ലോകം അറിയണം. വെറുതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ ആ ജിജ്ഞാസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം നിഷേധം പറഞ്ഞത്. ഈ ശരീരം അതിനു വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദ്യം വരും. അപ്പോഴാണ് ഈ ശരീരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തപോ ദിവ്യം പുത്രക, ദിവ്യമായ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. തപസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഹിരണ്യകശിപു ചെയ്തതുപോലെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് ഊർധ്വബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ട ആശ്രിതാവനി എന്ന് പറഞ്ഞ് വലത്തെ കാലിന്റെ പെരുവരിൽ നിന്നുകൊണ്ട് മേപ്പെട്ട് നോക്കി നിൽക്കുന്നതല്ല തപസ്. മനസ്സേന്ദ്രിയാണാം ച ഏകാഗ്രം തപ ഉച്യത്തെ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പറയുക. 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും ഏകാഗ്രമാക്കി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ആ ഇന്ദ്രിയങ്ങളും മനസ്സും ഏകാഗ്രമാക്കിക്കൊണ്ട് ആ ഭഗവാങ്കലത് സമർപ്പിക്കാൻ സാധിക്കണം. കായേന വാച മനസ്സേന്ദ്രിയർവാ നാരായണായേതി. അതാണ് തപസ് എന്ന് പറയുക, മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയ്ക്ക്. അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമാക്കുമ്പോൾ അന്ധകരണം ശുദ്ധമാവും. ശുദ്ധദ്യസ്മൽ സത്വം ശുദ്ധിയൽ. മനസ്സും ഇന്ദ്രിയങ്ങളും ഏതെങ്കിലും ഒരു കേന്ദ്രത്തില് ഭഗവാനില് കേന്ദ്രീകരിക്കുമ്പോൾ ആ മനസ്സ് അന്ധകരണ വൃത്തികൾ ശുദ്ധമാവും. അന്ധകരണ വൃത്തികൾ ശുദ്ധമാവുമ്പോൾ അവിടെ
ബ്രഹ്മസൗഖ്യം തു അനന്തം. അനന്തമായിരിക്കുന്ന ആ ബ്രഹ്മസൗഖ്യം, ബ്രഹ്മാനന്ദം, സച്ചിദാനന്ദം, സാന്ദ്രാനന്ദം അനുഭവിക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്ദ്രിയങ്ങളെല്ലാം ഏകാഗ്രമാക്കിയിട്ട് അത് ഭഗവാങ്കൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് അത് ഏകാഗ്രമായ ഒരവസ്ഥ, ആ ആനന്ദം ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധേന വിദ്യതേ എന്ന് മാഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ വേറെ ഒന്നുകൊണ്ടും മനസ്സ് ശുദ്ധമാവില്ല. മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമാക്കി ഭഗവങ്കൽ സമർപ്പിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവും, ബ്രഹ്മാനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വികാരങ്ങളുടെ തിരമാലകളോ ചുഴികളോ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അങ്ങനെയാണ് ബ്രഹ്മാനന്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുക. അപ്പൊ വ്യാപാര ചതുഷ്ടയം അനുഭവിക്കാനല്ല, മറ്റൊരു ചതുഷ്ടയം എന്താ? പുരുഷാർത്ഥ ചതുഷ്ടയം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളെ നേടാൻ, പുരുഷാർത്ഥ ചതുഷ്ടയം നേടാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം. ചതുർത്ഥ സ്കന്ധത്തിൽ കണ്ടില്ലേ? തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ. അതുകൊണ്ട് 4ാമത്തെ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, ഒരു പുരുഷാർത്ഥം, ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കോളൂ. ഇതാണ് കലിയുഗ മനുഷ്യരായ നമ്മളോട് ഭാഗവതം നമ്മൾ പറയണത്. ഭാഗവത സ്വരൂപിയായ ഭഗവാൻ നമ്മളോട് പറയണു, ഈ ശരീരത്തിന്റെ ഉപയോഗം എന്താണ്? ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കി പുരുഷാർത്ഥ ചതുഷ്ടയം, അതിൽ 4ാമത്തെ പുരുഷാർത്ഥം ബ്രഹ്മാനന്ദം, മോക്ഷം, കൈവല്യം, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ പൂർവാർത്ഥത്തില് നിഷേധത്തിനെ പറഞ്ഞു, ഉത്തരാർത്ഥത്തില് വിധിയെ പറഞ്ഞു. ഈ വിധി നിഷേധങ്ങളെ കുറിച്ച് പറയുന്നതാണ് ശാസ്ത്രം എന്ന് പറയുക. എന്താണ് വിധി, എന്താണ് നിഷേധം? അപ്പൊ നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്നത് നിത്യാനന്ദം അനുഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം തുടങ്ങിയത് തന്നെ, ഈ ശരീരം തന്നിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ? മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ. സജ്ജന സംസർഗമാണ് വിമുക്തേ ദ്വാരം ആഹു. മുക്തിയുടെ കവാടം, മുക്തി നേടാനാണ് ഈ ശരീരം എങ്കിൽ ആ മുക്തി നേടണമെങ്കിൽ സജ്ജന സംസർഗം വേണം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഭാഗവതം ഉടനീളം പറയുന്നത് ഈ സത്സംഗങ്ങളെ കുറിച്ചിട്ടാ. അത് ഓരോരോ സംവാദത്തിന്റെ രൂപത്തിൽ ചോദിക്കുന്ന ആളുടെ ചോദ്യം ഒന്നേ ഉള്ളൂ. അനേക ചോദ്യങ്ങൾ നമുക്ക് കാണാം. ആത്യന്തിക ശ്രേയസ്സിന് എന്ത് വേണം? ഇതാണ് എല്ലാവരുടെ ചോദ്യവും. അതിന് എന്താ വേണ്ടത്? ഭഗവാങ്കൽ ഭക്തി ഉണ്ടാവണം. അതിന് സത്സംഗം വേണം. സത്സംഗലബ്ധയാ ഭക്തിയാ. സത്സംഗമാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഭഗവാൻ ഉദ്ധവനോട് പറയും, നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മമേവച ന സ്വാധ്യായ തപസ്ത്യാഗോ നേർത്താപുഷ്ടം ന ദക്ഷിണ യഥാവരുന്തേ സത്സംഗ സർവസംഗാപഹോ ഹിമാം. സത്സംഗം പോലെ എന്നെ വശീകരിക്കുന്നത് ഒന്നും തന്നെ ഇല്ല ഉദ്ധവ എന്ന് പറയണു. ഭഗവാൻ കപിലവാസുദേവൻ അമ്മയോട് പറഞ്ഞ ഇതാണ്, സതാം പ്രസംഗാൽ മമ വീര്യ സംവിദോ. സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നത് പറഞ്ഞതുപോലെ ആ മനസ്സ് ശുദ്ധമാവും, ഭക്തി ഉണ്ടാവും, മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സത്സംഗം എന്നത് മോക്ഷ കവാടം, ദുസ്സംഗം എന്നത് നരക കവാടം ആണ്. അപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങളില് ആസക്തരല്ലാത്തവര്, ജീവസന്ധാരണത്തിന് വേണ്ടി മാത്രം അർത്ഥത്തിനെ സ്വീകരിക്കുന്നവര്, അവരാണ് യഥാർത്ഥത്തിൽ സജ്ജനങ്ങൾ എന്ന് പറയുക. മൈ അനന്യേന ഭാവേന ഭക്തി കുറുവന്തിയെ ദൃഢാം എന്ന കാവ്യത്തിൽ പറഞ്ഞില്ലേ? മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ തന്നെ ശ്രവണ, കീർത്തന, മനന, സ്മരണ, നിധിധ്യാസനങ്ങളിലൂടെ എന്നെ നിരന്തരം ഉപാസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സത്സംഗം കൊണ്ട്
മാത്രമേ എന്നില് ഭക്തി ഉണ്ടാവുള്ളൂ. ആ ഭക്തി എന്നത് മാത്രമാണ് മുക്തിയിലേക്കുള്ള കവാടം. ഭക്തി ഏകൈവ മുക്തിദ. അതുകൊണ്ട് ഈ ഇന്ദ്രിയപ്രീതിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കി സജ്ജന സംസർഗം ചെയ്യൂ. ഇപ്പൊ സാധാരണ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. ഈ ഗുരുവായൂരപ്പൻ ഈ ഗൃഹത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു. എന്നതുപോലെ മനസ്സാകുന്ന സ്റ്റിക്കർ ആ സജ്ജനങ്ങളുടെ പാദങ്ങളിൽ ഒട്ടിച്ചാൽ മതി. അങ്ങനെ സജ്ജനങ്ങളുടെ പാദങ്ങളിൽ ഒട്ടിക്കുമ്പോഴാണ് നമുക്ക് ആ ബ്രഹ്മാനന്ദത്തിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അതിനു പകരം ഈ ശരീരം എന്നത് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ നോക്കിയാൽ കുരുതേ വികർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. വികർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ. കർമ്മ വികർമ്മേതി. കർമ്മയോഗം പറയുമ്പോൾ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കും, നമ്മുടെ കർമ്മങ്ങൾ, പ്രവൃത്തികൾ 3 തരത്തിലാണ്: കർമ്മം, അകർമ്മം, വികർമ്മം. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യല് കർമ്മം, വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യാതിരിക്കല് അകർമ്മം, വേണ്ടാത്തത് ചെയ്യല് വികർമ്മം. അപ്പൊ ഇന്ദ്രിയങ്ങളെ പിന്തുടർന്ന് അവയെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ ഉണ്ണികളെ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, ചെയ്യാൻ പാടില്ലാത്തതായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ 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 എന്ന ഭാവം വെച്ചുകൊണ്ട് പ്രവർത്തിക്കും. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ നോക്കുമ്പോൾ എൻ്റെ എന്ന ഭാവം വരും. നമുക്ക് എൻ്റെ എന്നുള്ള വാക്ക് പറയാണ്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ആചാര്യന്മാര് പറയാറുണ്ട്, നമുക്ക് കാടിന്റെ ജീവനാന്നാ. ധാര ഇമേമേ, തനയ ഇമേമേ, ഗൃഹ ഇമേമേ, പശപശ്ചമേമേ. ആടങ്ങനെയല്ലേ പറയാം മേ 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 എന്ന്. എൻ്റെ 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 എന്നുള്ള പ്രിഫിക്സ് പറയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ നമുക്ക് ആനന്ദം ഉണ്ടാവുന്ന. ഭഗവാൻ ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്ന് ചോദിച്ചു. ഈ മാജിക് പോട്ട് പോലത്തെ കുട്ടികളുടെ ഒരു മാഗസീനിൽ കണ്ട കഥയാട്ടോ. ഇംഗ്ലീഷിൽ അവർക്ക് അറിയാൻ പാകത്തിനാ. ബുദ്ധന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്ന് ചോദിച്ചു. 3 വാക്കേ പറഞ്ഞുള്ളൂ. ഐ വാണ്ട് ഹാപ്പിനെസ് എന്നാ പറഞ്ഞു. 3 വാക്കുകൾ. എനിക്ക് സന്തോഷം വേണം. ഐ വാണ്ട് ഹാപ്പിനെസ്. ബുദ്ധ ഭഗവാൻ പറഞ്ഞു, ആദ്യത്തെ വാക്ക് വെട്ടിക്കളയുന്നു. ഐ വെട്ടിക്കളഞ്ഞു. ഇനി രണ്ടാമത്തെ വാക്ക് വെട്ടിക്കളയൂ. വാണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ എന്തായി? ഹാപ്പിനെസ് ആയി. ഈ ഐ വാണ്ട് എന്ന് പറയുമ്പോഴാണ് ഹാപ്പിനെസ് ഇല്ലാണ്ട് വരണേ. ഐ വാണ്ട് ഇല്ലാണ്ടായാൽ ഹാപ്പിനെസ് തന്നെ വന്നോളും. എൻ്റെ കാര്യമഖിലം നടക്കണം, എൻ്റെ ഭാര്യ സുതരും സുഖിക്കണം. ഇതാ നമ്മുടെ ഫോർമുല. അതുകൊണ്ടാ പ്രശ്നം. എൻ്റെ അഹം മമാഭിമാനോത്ഥൈ കാമലോഭാദ്യഭർമലൈ. കാബിലത്തിൽ പറഞ്ഞില്ലേ, വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അതുകൊണ്ട് ഈ ഗൃഹത്തില് അതുപോലെ തന്നെ അവനവൻ്റെ എന്നുള്ള ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ആ വസ്തുക്കളില് വന്നു കഴിഞ്ഞാൽ ഭൗതിക സുഖങ്ങള്, ഗൃഹം, സമ്പത്ത്, പുത്രൻ ഇവയില് ആസക്തി ഉണ്ടെങ്കിൽ അധപ്പതനത്തിന് വഴിതെളിക്കും. പ്രീതിയുക്ത. അത് ശരിയല്ല. ആ ഗൃഹത്തിലും സമ്പത്തിലും ഒരു പ്രീതിയുമില്ലാത്തവൻ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരൻ തന്നതാണ് താൽക്കാലിക ഉപയോഗത്തിന് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ നോക്കണ്ട. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ നോക്കിയാൽ വികർമ്മം ചെയ്യേണ്ടി വരും, മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വരും. എപ്പോഴാ വികർമ്മം ചെയ്യുക? മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നണത് എപ്പോഴാ? യാവൽ ന ജിജ്ഞാസത ആത്മതത്വം. ആത്മതത്വം അറിയാത്ത കാലത്തോളം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നും. എന്താ ആത്മതത്വം? ഈ ആത്മാവ് അഥവാ ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണേ? ഇതറിയാത്തത് കൊണ്ടാ. അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ വിഗ്രഹത്തിൽ മാത്രമേ
ഈശ്വരനുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രാകൃത ഭക്തന്മാരാണ്. സർവഭൂതേഷു യപ്പശ്യേൽ ഭഗവൽ ഭാവമാത്മന. സകല ചരാചരങ്ങളിലും, ഉള്ളൂര് പറഞ്ഞതുപോലെ സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്നറിയാറാവണം. അതിനു പകരം എൻ്റെ കാര്യം മാത്രമേ നടക്കാവൂ എന്ന് വരുമ്പോഴാണ് ഏഷോഹം അന്യോയം ഈ വ്യത്യാസം വരണത്. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ദ്രോഹിക്കില്ല. ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, നിശ്ചിതമായിട്ടൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ, ആ ശ്രോതാവിൻ്റെ മനസ്സിനകത്ത്, ആ ശ്രോതാവിൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? കേൾക്കുന്ന ശ്രോതാവ് ഗുരുവായൂരപ്പനാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉപദ്രവിക്കുമോ? എൻ്റെ ഉള്ളിലും ഗുരുവായൂരപ്പൻ, മറ്റുള്ളവരുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ചാൽ നമ്മുടെ വാക്കുകൾ ആർദ്രമാവും. എല്ലാവരുടെ സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റും. അപ്പോൾ ആഭരണങ്ങളിൽ സ്വർണം പോലെ എന്നാണ് ഭാഗവതം മൊത്തം പറയുക. സ്വർണം കൊണ്ട് ഒരു ആഭരണം ഉണ്ടാക്കി അത് കഴുത്തിലിട്ടപ്പോ നമ്മൾ മാല എന്ന് പറഞ്ഞു. അത് ഉരുക്കി കയ്യമ്മയിട്ടപ്പോ നമ്മൾ വള എന്ന് പറഞ്ഞു. അത് ഉരുക്കി വിരലമിട്ടപ്പോ മോതിരം എന്ന് പറഞ്ഞു. അതൊരുക്കി കണകാലമിട്ടപ്പോ പാദസരം എന്ന് പറഞ്ഞു. വളയും മാലയും മോതിരവും പാദസരവും എന്താ വ്യത്യാസം? ഷെയ്പ്പിലുള്ള വ്യത്യാസം, അല്ലാണ്ട് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം സ്വർണം തന്നെയാ. ഇത് നമ്മൾ എപ്പോഴാ മനസ്സിലാക്കുക? ബാങ്കിൽ പണയം വെക്കാൻ ചെല്ലുമ്പോൾ വളയാണോ മാലയാണോ മോതിരാണോ ഒഡിയാണാണോ എൻ്റെ അമ്മൂമ്മയുടെ നെക്ലേസ് ആണോ എന്നല്ല അവിടെ ഉരച്ചു നോക്കാൻ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഒന്നേ അറിയണ്ടു, അത് സ്വർണമാണോ അല്ലയോ. അപ്പൊ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സ്വർണപ്പണിക്കാരന്റെ ദൃഷ്ടി വേണമെന്ന ആഭരണങ്ങളിൽ സ്വർണം പോലെ സകല ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഉണ്ണികളെ ഒരു പ്രശ്നവുമില്ല. ആഭരണങ്ങൾക്ക് ഷേപ്പ് മാറുമ്പോൾ ഓരോ പേര് പറയണു, വള മാല പാദസരം എന്ന്. ഇതേപോലെ ഓരോ ഷേപ്പിനനുസരിച്ച് രാമനും കൃഷ്ണനും ഗോവിന്ദനും കല്യാണി സരസ്വതി ആവണം. ഷേപ്പിനനുസരിച്ച് എല്ലാവരിലും ഈശ്വരനാവുള്ളത്. പണ്ടൊരു വിദേശ പത്രപ്രവർത്തകൻ ഭഗവാൻ സത്യസായിബാബയോട് ചോദിച്ചുത്രേ, ആർ യു ഗാഡ് എന്ന്. അങ്ങ് ദൈവമാണോ? ഒരു സെക്കൻഡ് പോലും വൈകാതെ അദ്ദേഹം മറുപടി പറഞ്ഞു, അതേ, നിങ്ങളെപ്പോലെ തന്നെ എന്നാ പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ, എൻ്റെ ഉള്ളിൽ ഈശ്വരൻ. ഈ ഒരു തത്വം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാൻ തോന്നില്ല. യാവൽ ന ജിജ്ഞാസത ആത്മതത്വം. ആ ആത്മതത്വം അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സകല അശാന്തിയും. എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിച്ചാൽ, നമ്മൾ പറയില്ലേ ഗുരുവായൂർ ഭയങ്കര ഇടിയാണ്, ശബരിമലയിൽ ഭയങ്കര ഇടിയാണ്. എന്താ കാരണം? ഞാൻ തൊഴാൻ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ എനിക്ക് ഓടിയാലോ എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ നട അടച്ചാലോ, എൻ്റെ കാര്യം അഖിലം നടക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും എൻ്റെ പുറകിൽ നിൽക്കുന്നവരും വിചാരിച്ചാൽ ഒറ്റ ലൈനിൽ പോവും ഗുരുവായൂർ ശബരിമലയിലും, ഇല്ലേ? എന്താ കാരണം? എൻ്റെ കാര്യം അഖിലം നടക്കണം. നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഗുരുവായൂരപ്പൻ, എൻ്റെ വാക്ക് മാത്രമേ ഗുരുവായൂരപ്പൻ കേൾക്കുള്ളൂ എന്നൊരു ധാരണയാണ്. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണേ. സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് മനസ്സിലാക്കിയിട്ട് സമദൃക് ആയിട്ട് പ്രവർത്തിക്കൂ. സമദൃക് വിചരസ്വഗാം എന്ന ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു. ഭക്തിയോഗം പറയുമ്പോൾ ഏകാശസ്കന്ധത്തില് 5 ക്വാളിഫിക്കേഷൻസ് പറയും ഒരു ഭക്തന്റെ. നിരപേക്ഷം, മുനിം, ശാന്തം, നിർവൈരം, സമദർശനം. എല്ലാവരെയും ഒരേപോലെ കാണാറാവുക. ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത് എന്നർത്ഥം. അതിനാണ് ഈ ശരീരം. അപ്പൊ എല്ലാത്തിലും ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും സ്നേഹിക്കാറാവണം. എല്ലാവരിലും ഈശ്വരനുണ്ട് എന്ന് കണ്ട് മാനവസേവ മാധവ സേവയാക്കി മാറ്റണം. പരോപകാരാർത്ഥം ഇതം ശരീരം. ലോകത്തില് പരോപകാരം ചെയ്യാത്ത ഒരൊറ്റ ജന്തുവേ ഉള്ളൂ. ബാക്കി എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും പരോപകാരം ചെയ്യും. ജീവനുള്ളതും ജീവനില്ലാത്തതും, നദി ഒഴുകുന്നത്, വൃക്ഷങ്ങൾ പുഷ്പിക്കുന്നത്, പശുക്കള് അകിട് ചുരുത്തുന്നത് ഒക്കെ
പരോപകാരത്തിന് വേണ്ടിയിട്ടാ. പരോപകാരം ചെയ്യാത്ത ഒരൊറ്റ ജന്തുവുള്ളൂ, 2 കാലും നടക്കുന്ന ഒരു ജന്തു. ആ ജന്തുവിന് പര ഉപദ്രവമാണ് പണി. ഇതാ കുഴപ്പം. അപ്പോ മറ്റുള്ളവരുടെ ഉള്ളിലെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഉണ്ണികളെ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യശരീരം. ഇതെന്തിനാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നറിയോ? ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ അച്ഛനാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. അച്ഛൻ അച്ഛനാവണമെങ്കിൽ, അമ്മ അമ്മയാവണമെങ്കിൽ, ഗുരു ഗുരുവാവണമെങ്കിൽ, ബന്ധു ബന്ധുവാവണമെങ്കിൽ, മിത്രം മിത്രമാവണമെങ്കിൽ ഈ ശ്രേയോമാർഗം കാണിച്ചു കൊടുക്കണം. നമ്മുടെ അനന്തര തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരക്കുട്ടികൾക്ക് ഈ ശ്രേയോമാർഗം പറഞ്ഞു കൊടുക്കണം. പുംസാം ഏകാന്തത ശ്രേയ എന്നാണ് ശൗനകാദി മഹർഷിമാര് സൂതനോട് ആദ്യം ചോദിച്ച ചോദ്യം. പ്രേയ എന്നല്ല ചോദിച്ചത്, പ്രേയസല്ല വേണ്ടത്. പ്രേയസ് താൽക്കാലിക സുഖ, ശ്രേയസ് നിത്യമായ ആനന്ദമാണ്. അപ്പോ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് യാത്രയായി. അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ, ഉന്മാദനെ പോലെ, ഭ്രാന്തനെ പോലെ വായില് കല്ലുകൾ കുത്തി നിറച്ച് സഞ്ചരിച്ചു എന്നാ. എന്തിനാ? ഇത് പഠിപ്പിക്കാൻ. മലയാളത്തിലുള്ള സംസാരവും സംസ്കൃതത്തിലുള്ള സംസാരവും രണ്ടും ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഈ നാവിനെ നിയന്ത്രിക്കുക. അതിന് വായിൽ കല്ല് കുത്തി നിറച്ചാൽ പിന്നെ മിണ്ടില്ലല്ലോ. ഇതാണ് എന്തിനാ നാവ് തന്നിരിക്കുന്നത്. വാണി ഗുണാനുകഥനെ, സുഭാഷിതങ്ങൾ പറയാൻ, ആപ്തവാക്യങ്ങൾ പറയാൻ, ഭഗവാനെ സ്തുതിക്കാൻ, ഭഗവാന്റെ കഥകൾ പറയാനാണ് ഈ നാവ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അസത്തുക്കളാ. അങ്ങനെ കുടകാജലത്തിൽ ഉണ്ടായ, കാട്ടുതീയില് ഉണ്ടായ ഒരു അഗ്നിയില് അദ്ദേഹം നടന്നു ചെന്ന് ജീവിതത്തിനെ, അവിടെ ശരീരത്തിനെ ഉപേക്ഷിച്ചു. എപ്രകാരമാണ് ഈ മനുഷ്യ ശരീരത്തിനെ ഉപയോഗിക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഋഷഭയോഗീശ്വരൻ. പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ ഭരതന്റെ കാര്യം പറഞ്ഞു. ഭരതൻ അനേകായിരം സംവത്സരം ലോകത്തിനെ ഭരിച്ചു. വിരക്തനായി വനത്തിൽ വന്നു. ഗണ്ഡകി നദീ തീർത്ത പർണശാല കെട്ടി. പക്ഷേ ഒരു മാനിന്റെ രൂപത്തിൽ പ്രാരബ്ധം പിടികൂടി. എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായവൻ മാനുമായിട്ട് സംസർഗം വന്നതുകൊണ്ട് അടുത്ത ജന്മം മാനായി. ഇത് മനസ്സിലാക്കി പൂർവ്വജന്മ സ്മൃതിയുള്ളത് കൊണ്ട് 3ാമത്തെ ജന്മം ബ്രാഹ്മണനായി. അന്ധനെ പോലെ, മൂകനെ പോലെ, ഉന്മാദനെ പോലെ സഞ്ചരിച്ചു. അങ്ങനെ ആ ഭരതനെ ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുപോയി ചോരരാജാവ്. ഭദ്രകാളി ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ഭരതനെ രക്ഷിച്ചു. മരണം മുമ്പിൽ കണ്ടിട്ട് പോലും മിണ്ടാതിരുന്ന ആ ഭരതയോഗീശ്വരൻ ആദ്യമായിട്ട് സംസാരിച്ചു. സിന്ധു സൗവീര രാജ്യങ്ങളുടെ അധിപതിയായിരുന്ന രഘുഗണൻ എന്ന രാജാവിന് ആത്മോപദേശം കൊടുക്കാനായിട്ട്. സിന്ധു സൗവീര രാജ്യങ്ങളുടെ അധിപതിയായ രഘുഗണൻ ഇക്ഷുമതി തീരത്ത് കൂടി ഒരു യാത്ര ചെയ്യായിരുന്നു. കപിലാശ്രമത്തിൽ ചെന്ന് കപിലമുനിയെ കണ്ട് ചില സംശയങ്ങൾ തീർക്കാനായിട്ട് ആ സമയത്താണ് ചുമട്ടുകാരനായിട്ട് ഇദ്ദേഹം നിയോഗിക്കപ്പെട്ടു. മറ്റു 3 പേര് സഞ്ചരിക്കുന്നത് പോലെയല്ല അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പൊ ആദ്യം കളിയാക്കി. തടിച്ചു കൊഴുത്തിരിക്കുന്ന ശരീരം കണ്ടിട്ട് രഘുഗണ രാജാവ് ഭരതൻ എന്ന യോഗീശ്വരനെ, ഭരതൻ എന്ന പേര് പറയണില്ല, ബ്രാഹ്മണൻ എന്ന ഭാഗവത്തിൽ പേരുള്ളൂ. അദ്ദേഹത്തിന്റെ അവസാനം ജഡഭരത ചരിതേ എന്ന് പറയുമ്പോൾ ജഡനെ പോലെ സഞ്ചരിക്കുന്ന ഭരതൻ എന്ന് വേണേ നമുക്ക് പറയാമെന്ന് മാത്രം. അപ്പൊ ജഡഭരത യോഗീശ്വരനെ കളിയാക്കി. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. കാരണം വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. ഈ നാവ് എന്ന ഇന്ദ്രിയം വേണ്ട സമയത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. പഴയതുപോലെ സഞ്ചരിച്ചു. ദൃഷ്ടിഭൂതം ന്യസേൽപാദം. ചുമട്ടുകാരായ 4 പേര് ഒരേ വേഗതയിൽ സഞ്ചരിച്ചാലാണ് അകത്തിരിക്കുന്നവന് യാത്ര സുഖമായിട്ട് തീരുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാൽവയ്പ് കൊണ്ട് ഒരു ജീവിക്ക് പോലും അപകടമുണ്ടാവരുത്. ദൃഷ്ടിഭൂതം ന്യസേൽപാദം. ഉറുമ്പുകൾ അരിച്ചു പോണ കണ്ടാൽ പെട്ടെന്ന് നിൽക്കും. ഒരു പുഴുവിനെ കണ്ടാൽ കാല് മാറ്റി വയ്ക്കും. ഒരു ഈച്ചയെ കണ്ടാൽ കാല് മാറ്റി വയ്ക്കും. ഇങ്ങനെ ചാഞ്ചാടിയപ്പോ ആദ്യം പരിഹസിച്ചു. മെലിഞ്ഞിരിക്കണമല്ലോ, കുറെ ദൂരം സഞ്ചരിച്ചുല്ലോ, പല്ലൊക്കെ ഒറ്റക്കെടുത്തൂലോ, ക്ഷീണിച്ചൂലോ എന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ടിയില്ല. പഴയതുപോലെ തന്നെ ശിബിക ചുമന്നപ്പോഴാണ് ഇത്തവണ ദേഷ്യം വന്നു. ഞാൻ 2 രാഷ്ട്രങ്ങളുടെ ജനങ്ങളെ ശിക്ഷിക്കുന്നതായ രാജാവാണ്.
നിനക്ക് ശിക്ഷ ഉണ്ടാവും, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും, ഞാൻ സ്വാമിയാണ്, നീ ഭൃത്യനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞത് രാജാവേ, ഇത്തവണ അദ്ദേഹം ആദ്യമായിട്ട് സംസാരിച്ചു. അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് തോന്നി. ഈ രാജാവിന് അറിവുണ്ട്, പക്ഷെ അറിവ് പൂർണ്ണമല്ല. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയണത് പോലെ ഇദ്ദേഹത്തിന്റെ അറിവ് പൂർണ്ണമല്ല. ഇദ്ദേഹത്തിനെ അറിവ് ഒന്ന് തേച്ച് മിനുക്കി അറിവുള്ളവനാക്കി തീർക്കണമെന്ന് വിചാരിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചു. രാജാവേ, അങ്ങ് പറഞ്ഞത് എന്നെ കളിയാക്കാൻ പറഞ്ഞതല്ലേ? പക്ഷെ കളിയാക്കാനല്ല, അങ്ങ് പറഞ്ഞതൊക്കെ വാസ്തവാണ്. എങ്ങോട്ടും പോകാത്ത എന്നെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, സത്യം. പിന്നെ തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്ത എന്നെ തടിയൻ എന്ന് വിളിച്ചു. ഞാൻ തടിച്ചതല്ല, മെലിഞ്ഞതുമല്ല. അപ്പൊ ഈ തടിച്ചിരിക്കല്, മെലിഞ്ഞിരിക്കല്, ജര, നര, വാർദ്ധക്യം, ഇതൊന്നും എന്നെ ബാധിക്കണതല്ല രാജാവേ. എന്ന് പറഞ്ഞാൽ അങ്ങ് കാണുന്ന ഈ പാഞ്ചഭൗതികമായ ഈ ശരീരമല്ല ഞാൻ. തടിച്ചിരിക്കല്, മെലിഞ്ഞിരിക്കല്, വേദന, നര, ജര, ഇതൊക്കെ ശരീരത്തിനല്ലേ, എന്നെ ബാധിക്കണതല്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ദേഹമല്ല ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്ദേശിച്ചത്. എൻ്റെ എന്ന് പറയുന്നതൊന്നും ഞാനല്ല. അതാണ് ഏറ്റവും വലിയ തമാശ. നമ്മൾ എൻ്റെ 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 എന്ന് പറയും. എൻ്റെ കണ്ണട എന്ന് പറഞ്ഞാൽ ഞാനല്ല കണ്ണട. എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈലല്ല ഞാൻ. എൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ചല്ല ഞാൻ. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകമല്ല ഞാൻ. അപ്പൊ എൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ ഈ ദേഹമല്ല ഞാൻ. ഈ ജര, നര, വാർദ്ധക്യം, ഇതൊക്കെ എൻ്റെ ദേഹത്തിന് ദേഹേന ജാതസ്യഹി മേന സന്ധി, എന്നെ ബാധിക്കണതല്ല. ദേഹധർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. ജരയായാലും നരയായാലും ജനനമായാലും മരണമായാലും വേദനയായാലും തടിച്ചിരിക്കലായാലും മെലിഞ്ചിരിക്കലായാലും ക്ഷീണമായാലും ഇതൊന്നും എന്നെ ബാധിക്കണതല്ല. ഈ ശരീരമല്ല ഞാൻ. പിന്നെ അന്ധത, മൂകത, ബധിരത, അതൊക്കെ ഇന്ദ്രിയധർമ്മങ്ങളാ. അതും എന്നെ ബാധിക്കണതല്ല. നമ്മൾ കണ്ണ് ഡോക്ടറെ അടുത്ത് നിന്നിട്ട് എന്താ പറയുക? എൻ്റെ കണ്ണ് കാണാനില്ല എന്നാ. എനിക്കല്ല കുഴപ്പം, എൻ്റെ കണ്ണിനാ കുഴപ്പം. ENT അടുത്ത് നിന്നിട്ട് എന്താ പറയുക? എൻ്റെ ചെവിട് കേൾക്കാനില്ല എന്നാ. എനിക്കല്ല കുഴപ്പം, എൻ്റെ ചെവിക്കാ കുഴപ്പം. എൻ്റെ നാവിന് സ്വാദൊന്നും അറിയണില്ല ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ട്. അപ്പൊ എനിക്കല്ല കുഴപ്പം. പിന്നെന്താ? എൻ്റെ നാവിനാ കുഴപ്പം. അപ്പൊ ശരീരത്തിനുള്ള ധർമ്മങ്ങളോ ഇന്ദ്രിയ ധർമ്മങ്ങളോ എന്നെ ബാധിക്കണതല്ല. പിന്നെ സന്തോഷം, സന്താപം, ടെൻഷൻ, ഇതൊക്കെ ആർക്കാ? നമ്മൾ പറയില്ലേ, എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം, എൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. അപ്പൊ ആർക്കാ ടെൻഷൻ? എനിക്കല്ല ടെൻഷൻ, എൻ്റെ മനസ്സിനാ. അപ്പൊ സന്തോഷം, സന്താപം, ഭയം, ടെൻഷൻ, ഇതൊക്കെ മനോധർമ്മങ്ങളാ. അതും എന്നെ ബാധിക്കണതല്ല. അപ്പൊ ദേഹധർമ്മങ്ങളോ പ്രാണധർമ്മങ്ങളോ ഇന്ദ്രിയധർമ്മങ്ങളോ മനോധർമ്മങ്ങളോ എന്നെ ബാധിക്കണതല്ല. ദേഹത്തിന്റെ ധർമ്മങ്ങളും എനിക്കില്ല, മനോധർമ്മങ്ങളും ഇല്ല, പ്രാണധർമ്മങ്ങളും ഇല്ല, ഇന്ദ്രിയധർമ്മങ്ങളും ഇല്ല. പിന്നെ ആരാ ഞാൻ? ഇതൊന്നും അല്ലാതുണ്ടെങ്കിൽ മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ. ആചാര്യസ്വാമികൾ പറയണു, പഞ്ചഭൂതങ്ങളല്ല, പഞ്ചതന്മാത്രകളല്ല, പഞ്ച ഇന്ദ്രിയങ്ങളല്ല, ഇതൊന്നുമല്ല ഞാൻ. പിന്നെ ആരാ? അറിയോ? പിന്നെ ആരാ ഞാൻ? നമ്മൾ ഞാൻ 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 എന്ന് പറയുന്ന നെഞ്ചത്തിങ്ങനെ വെച്ച് പറയില്ലേ? ഈ ശരീരമാണോ നമ്മൾ? പാഞ്ചഭൗതികമായ ഈ ശരീരം ആണോ? നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളെന്ന് വിചാരിക്കുക. തൊട്ടയൽവാക്കത്തെ ഒരാളുടെ പേര് രാമൻ എന്ന് വെച്ചോളൂ. ആ രാമനെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. 3 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ആംബുലൻസിലാ കൊണ്ടുപോയി, ICU യൂണിറ്റിലാന്ന് പറഞ്ഞു. രാമനെ അങ്ങോട്ട് കൊണ്ടുപോയി ICU യൂണിറ്റിലാക്കി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു വെള്ള തുണിയുടെ മുഖം അങ്ങോട്ട് മൂടി. അതേ ആംബുലൻസിൽ തിരിച്ചു വന്നു.
രാമൻ എപ്പോഴാ വന്നതെന്നാണോ ചോദിക്കുക? അല്ലല്ലോ. എന്താ ചോദിക്കണേ? രാമന്റെ ബോഡി എന്താ അങ്ങനെ പറഞ്ഞു? അങ്ങോട്ട് പോയ ആളിനില്ലേ ഇങ്ങോട്ടും വന്നേ? അങ്ങോട്ട് പോയ അതേ ആംബുലൻസിൽ അങ്ങോട്ട് പോയ അതേ സാധനം തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മളവരോട് അങ്ങോട്ട് പോയത് രാമൻ, ഇങ്ങോട്ട് വന്നത് ബോഡി. അപ്പൊ എന്താ സാധനം? ഇതാ നമ്മൾ അറിയണ്ടേ. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ആരാ ഞാൻ? കോഹം. ആരാ ഞാൻ? അപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ രാവിലെ എണീറ്റ് ബെഡ് കോഫി ആയിട്ട് ചെല്ലുമ്പോഴാണ് നെഞ്ച് പൊങ്ങും താഴെയും ചെയ്യണില്ല. അപ്പോഴാണ് അടുത്തുള്ള ആളെ തൊട്ടു നോക്കിയേ. തൊട്ടു നോക്കിയപ്പോൾ ഐസ് പോലെ ഇരിക്കണു. പേടിയായി. ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു. ഡോക്ടറുടെ ആദ്യത്തെ ടെസ്റ്റ് എന്താ? ഇവിടെ തൊട്ട് നോക്കും. ഗുരുത്വം ഉണ്ടോ, ചൂടുണ്ടോ എന്ന് നോക്കും. ഗുരുത്വേ ഇല്ല എന്ന് പറയും. പിന്നത്തെ ടെസ്റ്റ് എന്താ? മൂക്കിന് താഴെ വിരൽ വെച്ച് നോക്കും. ഗുരുവില്ല, വായുവില്ല. ഗുരുവായൂരപ്പൻ ഇറങ്ങിപ്പോയി. ഗുരുവായൂരപ്പൻ ഇറങ്ങിപ്പോയി. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്ന്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ശരീരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പൻ ഇറങ്ങിപ്പോയി. ആ ഗുരുവായൂരപ്പനുള്ള കാലത്തോളം നമ്മൾ കരഞ്ഞു, ചിരിച്ചു, ചാടി, ഓടി, ഊട് കഴിച്ചു, കിടന്നുറങ്ങി. എല്ലാം നമുക്ക് നമ്മുടെ ഈ ശരീരം ശിവമായിരുന്നു അല്ലേ? ഗുരുവായൂരപ്പൻ ഇറങ്ങി പോയപ്പോൾ ശിവത്തിന്റെ വള്ളി പോയി. അപ്പൊ പറയും തെക്കോട്ട് തലരിച്ച് കിടത്തിക്കോളൂ, വലിച്ചിട്ട് കത്തിച്ചോളൂ എന്ന്. എന്താ? ആ വേണ്ട സാധനം ഇറങ്ങിപ്പോയി. ആ ഗുരുവായൂരപ്പൻ ഇറങ്ങിപ്പോയി. അപ്പൊ എന്താ ഞാൻ? ഈ ശരീരമല്ല എന്ന് പറഞ്ഞു, മനസ്സല്ല എന്ന് പറഞ്ഞു, ഇന്ദ്രിയങ്ങളല്ല എന്ന് പറഞ്ഞു, പഞ്ചഭൂതങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ ഞാൻ? ഇത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാന്ന് നമുക്കറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറൊരാൾക്ക് അറിയാൻ പറ്റുമോ? ഹു ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ നെഞ്ചത്തിങ്ങനെ തൊട്ട് കാണിക്കും. ഈ ശരീരമാണോ? അല്ല, അങ്ങോട്ട് പോയത് രാമൻ നെഞ്ചത്തൊട്ട് കാണിച്ചു. ഞാനേ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാ രാമൻ പോയേ. തിരിച്ചു വന്നപ്പോഴോ? അപ്പൊ ആരാ രാമൻ? അതാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ധ്രുവൻ എന്ന 5 വയസ്സുകാരൻ ഭഗവാൻ മുമ്പിൽ വന്നപ്പോ 12 ശ്ലോകത്തില് സ്തുതിക്കുകയുണ്ടായി. അല്ല, ആദ്യത്തെ ശ്ലോകം ഓർമ്മയുണ്ടോ? യം തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ. അതാണ് ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അഖിലശക്തിധര, കാണാനായിട്ട് കണ്ണിനെ, കേൾക്കാനായിട്ട് ചെവിയെ, സംസാരിക്കാനായിട്ട് നാവിനെ എല്ലാം കർമ്മനിരതമാക്കുന്ന ആ ചൈതന്യമേതോ അതാണ് ഞാൻ. അതാണ് ഞാൻ. ആ ചൈതന്യത്തിനെ അറിയൂ രഘുഗണ. ഈ പാഞ്ചഭൗതികമായ സ്ഥൂല ശരീരമല്ല ഞാൻ. ഞാൻ ഈ പല്ലക്കൊന്നും ചുമന്നിട്ടില്ല. എന്താ കാരണം? എൻ്റെ ശരീരത്തിന്റെ മുകളിൽ ആ പല്ലക്കിരുന്നേ. ഞാൻ ചുമന്നിട്ടൊന്നുമില്ല. ഈ ശരീരമല്ല ഞാൻ. എൻ്റെ ശരീരത്തുമ്മയായിരുന്നത് പല്ലക്ക്, എൻ്റെ മേത്തൊന്നുമില്ല. അപ്പൊ എന്നെ താൻ കണ്ടിട്ടുണ്ടോ? രാജാവേ, അങ്ങ് എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ, എന്നെ കണ്ടിട്ടുണ്ടോ? എന്ന് കണ്ടാലല്ലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് രാമനെ കണ്ടു, കൃഷ്ണനെ കണ്ടു, ഗോവിന്ദനെ കണ്ടു എന്ന് പറയും. നമ്മൾ കണ്ടോ? വാസ്തവത്തിൽ അയാളുടെ ശരീരത്തിനെ അല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഉള്ളില് ജീവനെന്നോ ആത്മാവെന്നോ ഗുരുവായൂരപ്പനെന്നോ പ്രാണനെന്നോ പറയുന്ന ഒരാള് ഇരിക്കണ്ടെന്ന് ഉറപ്പല്ലേ? ഇനി അത് സംശയമുണ്ടോ? ഇനി നമ്മളെല്ലാവർക്കും ജീവനുണ്ടെന്നുള്ളത്? അപ്പൊ സംശയമില്ല. അപ്പൊ നമുക്ക് ജീവനുണ്ട് എന്ന് വേറൊരാള് പറഞ്ഞു തരണ്ട. ഇതെവിടെ ഇരിക്കണേ? കണ്ടിട്ടുണ്ടോ? നമുക്ക് ജീവനുണ്ടെന്ന് വലിയ കേമായിട്ട് തലകുലുക്കി പറഞ്ഞില്ലേ? ഓ, ഞങ്ങൾക്ക് ജീവനുണ്ട്. ഇത് എവിടെ ഇരിക്കണേ? നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ജീവനുണ്ട്? കേട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? കൈ കൊണ്ടേ, കൈ തലയിൽ തൊടാം, കണ്ണിൽ തൊടാം, കാലിൽ തൊടാം, എവിടെ വേണമെങ്കിൽ തൊടാം. നിങ്ങളുടെ ജീവനെ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ആത്മസ്വരൂപത്തിനെ കണ്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല. അതെന്താ? അത്
ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ്. ആത്മാവെന്നോ ജീവനെന്നോ പ്രാണനെന്നോ വ്യവഹരിക്കുന്നതായ എല്ലാത്തിനെയും കർമ്മനിരതമാക്കുന്ന, സജീവമാക്കുന്ന, ശക്തി സ്രോതസ്സായിരിക്കുന്ന ആ ചൈതന്യത്തിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല രഘുഗണ. നാവുകൊണ്ട് പറയാൻ പറ്റില്ല രഘുഗണ. ശ്രീരാമകൃഷ്ണ പരമഹംസദേവനൊക്കെ പറയാ, ലോകത്തില് എച്ചിലാവാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. എന്താ? ബ്രഹ്മം. കാരണം ഇന്നതാന്ന് നാവുകൊണ്ട് പറയാൻ പറ്റില്ല. യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് തൈത്തിരീയോപനിഷത്ത് പറയുക. മനസ്സും ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ തിരിച്ചു പോരാ നിരാശരായി. അതാണ് ഞാൻ എന്ന് പറയുന്ന ചൈതന്യം. അപ്പൊ ഈ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, അന്ധകരണവൃത്തികളല്ല, പഞ്ചഭൂതങ്ങളല്ല, പഞ്ചതന്മാത്രകളല്ല, പിന്നെ ആരാ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എല്ലാത്തിനെയും അറിയുന്ന അറിവായിട്ട്, സാക്ഷിയായിട്ട്, സാക്ഷീഭൂത കേവലോ നിർഗുണശ്ച ശരഭോപനിഷത്ത് പറയും. എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നതാ. അകർത്താഹം, ഞാൻ ഒന്നും ചെയ്യണില്ല. അഭോക്താഹം, ഞാൻ ഒന്നും അനുഭവിക്കണില്ല. അവികാരോഹം, എനിക്ക് വികാരങ്ങളില്ല. അവ്യയ, എനിക്ക് നാശമില്ല. പിന്നെ ആരാ ഞാൻ? ശുദ്ധബോധസ്വരൂപോഹം ശുദ്ധജ്ഞാനസ്വരൂപോഹം കേവലോഹം സദാ ശിവ. സദാസമയത്തും ശിവമായിരിക്കുന്ന ആ ജ്ഞാനമാണ്, അറിവാണ്, എല്ലാത്തിനെയും താൻ തന്നെ സാക്ഷിയിട്ടു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപം. അതാണ് ഞാൻ എന്ന ചൈതന്യം എന്ന് മനസ്സിലാക്കൂ രഘുഗണ. അപ്പൊ ആ ചൈതന്യത്തിനെ അങ്ങ് മനസ്സിലാക്കൂ. അല്ലാണ്ട് ഈ ശരീരമല്ല. എൻ്റെ ശരീരത്തിനെ അങ്ങക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ശരീരത്തിനെ അങ്ങക്ക് അടിക്കാം, ഇടിക്കാം, വെട്ടാം, കുത്താം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആത്മസ്വരൂപിയായ എന്നെ, ആനന്ദസ്വരൂപിയായ എന്നെ അങ്ങക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ കണ്ടിട്ടില്ല. കാണാത്ത ഒരാളെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? രണ്ടാമത്തേത്, ഈ ശരീരമല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് ഈ ശരീരത്തിൽ ഏൽപ്പിക്കുന്നതായ പീഡനങ്ങളൊന്നും എന്നെ ബാധിക്കണതല്ല. ദേഹധർമ്മങ്ങളൊന്നും ബാധിക്കാത്തില്ല. അതുകൊണ്ട് ഹേ രാജാവേ, അങ്ങ് എന്നെ ശിക്ഷിക്കാമെന്ന് പറയുന്നത് വെറും വ്യാമോഹമാണ്. പിന്നെ അങ്ങ് പറഞ്ഞു, അങ്ങ് സ്വാമിയാണ്, ഞാൻ ഭൃത്യനാണ് എന്ന്. ഇത് താൽക്കാലികല്ലേ രാജാവേ? എപ്പോഴും ഉണ്ടാവുമോ? എപ്പോഴും ഇത് ശരിയാവുമോ? കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ. അങ്ങ് രാജാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കണു. ഒരു യുദ്ധം വന്നിട്ട് അങ്ങ് തോറ്റാലോ? യുദ്ധത്തില് അങ്ങയെ തടവ് പുള്ളിയായിട്ട് പിടിച്ചാൽ അങ്ങയുടെ സ്വാമിഭാവം എവിടെയാ? അങ്ങയുടെ അധികാരം എവിടെയാ? രാജ്യം എവിടെയാ? പോയില്ലേ. അപ്പൊ അങ്ങ് രാജാവാണ് എന്ന് പറയുന്നത് താൽക്കാലികം. താൽക്കാലികം എന്നതിന് ഭാഗവതം പറയാ വ്യാവഹാരികം, മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന. വ്യാവഹാരികമായിരിക്കുന്ന സത്യത്തിനെ അങ്ങ് പാരമാർത്ഥിക സത്യം എന്ന് തെറ്റിദ്ധരിച്ചു. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ. MLA-മാരെന്നോ MP-മാരെന്നോ മന്ത്രിമാരെന്നോ ഒക്കെ പറഞ്ഞ് തെരഞ്ഞെടുക്കണു. അവരെന്നും അങ്ങനെ ഇരിക്കുമോ? ഇല്ലല്ലോ. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലയളവില് 5 കൊല്ലമെന്നോ 3 കൊല്ലമെന്നോ 10 കൊല്ലമെന്നോ അതാത് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്ന കാലത്തേക്ക് മാത്രമേ അവർക്ക് അധികാരമുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ സ്വാമിഭാവം താൽക്കാലികല്ലേ? ഭൃത്യഭാവം താൽക്കാലികല്ലേ? ഞാൻ നാളെ ഒരു രാജ്യത്തിന്റെ അധിപതിയായി കഴിഞ്ഞാൽ, ഞാൻ രാജാവായി കഴിഞ്ഞാൽ എൻ്റെ ഭൃത്യഭാവം പോയില്ലേ? അപ്പോ ഹേ രാജാവേ, ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യത്തിനെ അങ്ങ് മനസ്സിലാക്കൂ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയും പ്രാണനെയും ചലിപ്പിക്കുന്ന, സജീവമാക്കുന്ന, കർത്തവ്യനിരതമാക്കുന്ന, പ്രവർത്തനക്ഷമമാക്കുന്ന ആ ചൈതന്യത്തിനെയാണ്
നാരായണൻ എന്ന് പറയുക. നാരം എന്ന് പറഞ്ഞാൽ ജീവസമൂഹം. അനേകം അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ജീവസമൂഹം. അതിന് അയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നർത്ഥം. ഓരോരോ ജീവസമൂഹങ്ങളെ ഓരോന്നിനു വേണ്ടി ഉപയോഗിക്കുക, നിയോഗിക്കുക. മനുഷ്യനെ മനുഷ്യനായിട്ടും, പക്ഷിയെ പക്ഷിയായിട്ടും, വൃക്ഷത്തിനെ വൃക്ഷമായിട്ടും, അഗ്നിയെ അഗ്നിയായിട്ടും ഓരോന്നിനെ നിയോഗിക്കുന്നത് നാരായണൻ. ആ ചൈതന്യത്തിന് തന്നെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്. ആരാണ് വാസുദേവൻ? വസനാൽ സർവഭൂതാനാം വസുത്വാൽ ദേവയോനിത വാസുദേവ ഇതി പ്രോക്തോ. സകല ചരാചരങ്ങളിലും വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ. ആ ചൈതന്യത്തിന് തന്നെയാണ് പുരുഷൻ എന്ന് വിളിക്കുക. ആരാ പുരുഷൻ? പുരി ശേതേ. സകല പുരങ്ങളിലും ശരീരത്തിലും വസിക്കുന്നത് കൊണ്ട്, എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആത്മാവ് എന്ന് പറയുന്നു. സകല ജീവജാലങ്ങളെ നിയോഗിക്കുന്നത് കൊണ്ട് നാരായണൻ എന്ന് പറയുന്നു. അപ്പൊ പുരുഷനെന്നോ വാസുദേവനെന്നോ പുരാണനെന്നോ നാരായണനെന്നോ ഭഗവാൻ എന്നോ പറയുന്നത് ഉൽപ്പത്തിം പ്രളയം ചെയ്വ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. അങ്ങനെ ഭഗവാൻ എന്നും ഈശ്വരനെന്നും പരമാത്മാവെന്നും ബ്രഹ്മമെന്നും പുരുഷനെന്നും നാരായണനെന്നും പറയുന്നതൊക്കെ ഒരേ ഒരു ചൈതന്യത്തിനെയാണ്. ഈ സമഷ്ടിയായിട്ട് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. വ്യഷ്ടിയായിട്ട് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യം. ഇങ്ങനെ അഖില ശക്തിധര. എല്ലാത്തിനും 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 ചൈതന്യവത്തായിട്ട്, ശക്തി സ്രോതസ്സായിട്ട് എല്ലാത്തിനെയും ആ ചലിപ്പിക്കുന്ന, കർമ്മനിരതമാക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനാ ഗീതം പഠിച്ചിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അഖിലണ്ട മണ്ഡല മണിയിച്ചോരുക്കി ഒരു പ്രാർത്ഥനാ ഗീതം. അത് സുപ്രസിദ്ധമാണ്. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ അതിനൊക്കെ സാധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും സത്യം പരം ധീമഹി. ആ ചൈതന്യത്തിനെയാണ് സത്യം എന്ന് പറയുക. ആ സത്യത്തിനെയാണ്, പാരമാർത്ഥിക സത്യത്തിനെയാണ് മനസ്സിലാക്കേണ്ടത് രഘുഗണ. അല്ലാതെ ഈ പ്രാപഞ്ചിക വിഷയങ്ങളെയല്ല. ഈ പ്രാപഞ്ചിക വിഷയങ്ങളെ ആസ്വദിക്കുന്നത് ഇന്ദ്രിയങ്ങളാ. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നും സത്യമല്ല. ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കുന്നത് ഒന്നും സത്യമല്ല. അപ്പൊ പിന്നെ സത്യം എന്താ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ സത്യമായിട്ടുള്ളത് എന്താ? ഗജേന്ദ്രന്റെ സ്തുതിയിൽ പറയും അതീന്ദ്രിയം. ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്തത്. ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തിയാൽ മാത്രം നമുക്ക് സ്വായത്തമാക്കാവുന്ന, സ്വീകരിക്കാവുന്ന ചൈതന്യത്തിനെയാണ് രഘുഗണ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് ഭഗവാൻ എന്ന് പറയുക. ഇന്ദ്രിയഗ്രാഹ്യമായതുള്ളതൊന്നും നമുക്ക് ബ്രഹ്മാനന്ദത്തിനെ നൽകുന്നതല്ല. ഇന്ദ്രിയഗ്രാഹ്യമായതൊക്കെ നശിക്കണതാ, സത്യമല്ല. അപ്പൊ സത്യമായിട്ടുള്ളത് എന്താ? ഇന്ദ്രിയഗ്രാഹ്യം അല്ലാത്തത്. അപ്പൊ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തണം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരുമ്പോൾ ദീപസ്തംഭത്തിന്റെ ചുവട്ടിലെ 24 ഗുരുക്കന്മാരിൽ പെടാത്തൊരു ഗുരുവിനെ വെച്ചിട്ടുണ്ട്. ആമ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 4 കാലും തലയും മാലും ഉള്ളിലേക്ക് വലിക്കും. ഇതുപോലെ ബ്രഹ്മാനന്ദം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തണം. അതിനെന്താ വേണ്ടത്? വഴി കൂടെ പോയാൽ, റോട്ടിൽ കൂടെ പോയാൽ, ബസ് സ്റ്റാൻഡിൽ പോയാൽ, എയർപോർട്ടിൽ പോയാൽ, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പറ്റില്ല. പിന്നെ എങ്ങനെ? വിനാമഹൽപാദരജോഭിഷേകം, സജ്ജന സംസർഗം കൊണ്ടല്ലാതെ ഈ ഒരറിവ് ഉണ്ടാവില്ല. സകല ചരാചരങ്ങളിലും ശക്തിസ്രോതസ്സായിട്ട് നിലനിൽക്കുന്ന ആ ഈശ്വരനെ, ഭഗവാനെ, ബ്രഹ്മത്തിനെ, പരമാത്മാവിനെ അറിയണമെങ്കിൽ സജ്ജന സംസർഗം ഒന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ സജ്ജന സംസർഗത്തിലൂടെ നിരന്തരം 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 സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അങ്ങനെ സത്സംഗത്തിലൂടെ മാത്രമേ ഈ സംസാരത്തിൽ ജീവൻ മുക്തന്മാരായി തീരാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരം എന്ന് ഋഷഭയോഗീശ്വരനും പുത്രനായ ഭരതയോഗീശ്വരനും നമ്മളെ പഠിപ്പിച്ചു തരണു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാഗവതം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത്
ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്താണെന്നാണ്. എന്താണ് ഉപയോഗം? സകല ഇന്ദ്രിയങ്ങളും ഭഗവതർപ്പണമാക്കി ബ്രഹ്മാനന്ദം അനുഭവിച്ച് ഈശ്വരനെ അറിഞ്ഞ് മോക്ഷം പ്രാപിക്കുക